evening, future doctors. Welcome back to Xylem Learning. Good evening, everyone. എല്ലാവർക്കും എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ? നമ്മുടെ PYQ സീരീസ് വളരെ അടിപൊളിയായി സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോവാണ്. നമ്മൾ ഓരോ ചാപ്റ്ററും പഠിച്ചു പോകുന്ന അനുസരിച്ച് നമ്മുടെ റിവിഷൻ പ്രോഗ്രാംസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. XPL 2.0 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഓരോ ചാപ്റ്ററും പഠിച്ചു പോകുന്നതിന്റെ ഒപ്പം തന്നെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ആക്ടിവിറ്റിയിലൂടെ PYQ സീരീസിലൂടെ നമ്മൾ ആ ചാപ്റ്ററിലെ എൻറ്റയർ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും മിസ്സിനെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇഫ് ഐ എം വിസിബിൾ ആൻഡ് ഓഡിബിൾ ടു എവറിബഡി പ്ലീസ് ലെറ്റ് മീ നോ. സോ നിങ്ങൾക്ക് പലർക്കും ഇപ്പം പല ക്ലാസ്സുകൾ നടക്കുന്നുണ്ടാകും. ചിലർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യായിരിക്കും, പക്ഷെ മറ്റു ചിലർ എക്സ്ക്ലൂസീവ്ലി നമ്മളുടെ ഇതിന് വേണ്ടിയിട്ട് PYQ സീരീസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടാകും. ഹായ് ഡോക്ടർ ഗുലാബി, ഗുഡ് ഈവനിങ്. അപ്പോൾ എല്ലാവരോടും ജോയിൻ ചെയ്യാൻ പറയാം. ഫ്രണ്ട്സിനോടൊക്കെ നമ്മുടെ ഈ ഒരു ലൈവ് സെഷനിൽ ജോയിൻ ചെയ്യാൻ പറയാം. ഹായ് ആൽഫ, ഹായ് ട്രൂമാൻ, ഹലോ എവ്രി വൺ. കാരണം നമ്മൾ പഠിച്ചു പോകുന്നതിനോടൊപ്പം തന്നെ നീറ്റിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ഓക്കെ ആൽഫ. അപ്പോൾ നമ്മൾ പഠിച്ചു പോകുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ടോപ്പിക്സ് റിവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു റിവൈസ്. യാ, പെർഫെക്റ്റ്ലി ഓഡിബിൾ ആൻഡ് വിസിബിൾ. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് റിവിഷൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ചാപ്റ്റർ, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇൻ ക്ലാസ് 12 ബോട്ടണി അല്ലെ. ക്ലാസ് 12ലെ സിലബസിൽ നോക്കുമ്പോൾ നമ്മൾക്കറിയാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ കൂടെയാണിത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആക്റ്റീവായിട്ട് നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഞാനൊരു ലാസ്റ്റ് 2014 മുതലുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. 2014 സ്റ്റാർട്ടിങ് ഫ്രം 2014 ടു 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, പ്രിൻസിപ്പിൾസിന്റെ PYQ സീരീസ് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ആപ്ലിക്കേഷൻസിന്റെ അല്ലേ കഴിഞ്ഞത്? അല്ലേടാ മക്കളെ. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ് ആണ്. ഓക്കെ, ഇതിന്റെ PYQ സീരീസ് കഴിഞ്ഞതാണോ? അല്ലല്ലോ. ബയോടെക് ആപ്ലിക്കേഷൻസും കഴിഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ആസ് പെർ ആർ ഷെഡ്യൂൾ ഇന്ന് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സിന്റെ PYQ സീരീസ് ആണ്. അപ്പൊ നമുക്കത് എല്ലാവർക്കും അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, യെസ്, സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്ററിന്റെ റിവിഷൻ അല്ലേ നമ്മൾ ചെയ്തത് ആൽഫ? റിവിഷൻ അല്ലേ കഴിഞ്ഞത്? ബയോടെക് പ്രിൻസിപ്പിൾസ് കഴിഞ്ഞോ? ഓക്കെ, മിസ്സിന് ഷെഡ്യൂളിൽ വന്നിരിക്കുന്നത് അതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നോ പ്രോബ്ലം. നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താലോ? യെസ്, കാരണം PYQs ആയതുകൊണ്ട് നമ്മൾ എത്ര ചെയ്താലും നല്ലതല്ലേ. ഓക്കെ, ചെയ്യാം. നമുക്ക് നമ്മുടെ ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നതല്ലേ. അപ്പം മക്കൾ ആരും അതെന്താണ് നോട്ടീസ് ചെയ്യാണ്ടിരുന്നത്? നിങ്ങൾ ഓൾറെഡി ചെയ്തതാണെങ്കിൽ. ബട്ട് എനിവേസ് ഇറ്റ്സ് ഓക്കെ. എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നോ അത്രയും നല്ലതല്ലേ. 2014 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, ഒന്നുകൂടെ ചെയ്യാം. ഒന്നുകൂടെ ചെയ്തതിന് പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്ത കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, എന്നാലും ഇറ്റ്സ് ഓക്കെ അല്ലേ. നമുക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്തു പോവാം. യെസ്, അപ്പം നിങ്ങൾ കഴിഞ്ഞ സെഷനിൽ നിങ്ങൾ ഏത് വർഷം മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ? ഏത് വർഷം മുതലുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്തതെന്നുള്ളത്? യെസ്, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു 2014 to 2025 വരെ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് മാം, ഓൾറെഡി അറിയുന്ന ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി. അതേപോലെ ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലെ ഏതെങ്കിലും ടോപ്പിക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സെഷനിലൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an analysis of chromosomal DNA using the southern hybridization technique does not use. അതായത് DNA പല സാമ്പിൾസിലുള്ള DNA അനലൈസ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വെസ്റ്റേൺ ബ്ലോട്ടിംഗ്, സദേൺ ബ്ലോട്ടിംഗ് എന്നൊക്കെ പറയുന്ന ടെക്നിക്സ്. ഓക്കെ, അപ്പോൾ പണ്ട് നമുക്ക് DNA ഫിംഗർ പ്രിന്റിംഗ് നമ്മുടെ മോളിക്കുലർ ബേസിസിലൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടാകും.
DNA ഫിംഗർ പ്രിന്റിംഗ് ടെക്നിക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലെ, സദേൺ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ സദേൺ ബ്ലോട്ടിംഗ്, വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ഒക്കെ. അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് അല്ലാത്തൊരു കാര്യം ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പം അനലൈസിസ് ഓഫ് ക്രോമസോമൽ DNA യൂസിങ് സദേൺ ഹൈബ്രിഡൈസേഷൻ ഡസ് നോട്ട് ഇൻക്ലൂഡ് വാട്ട്? ഇലക്ട്രോഫോറസിസ്, ബ്ലോട്ടിംഗ്, ഓട്ടോ റേഡിയോഗ്രാഫി, PCR. അപ്പോൾ DNA അനലൈസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യാൻ നമ്മൾ ഇതെല്ലാം യൂസ് ചെയ്യും. ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്യും, ബ്ലോട്ടിംഗ് യൂസ് ചെയ്യും, ഓട്ടോ റേഡിയോഗ്രാഫി യൂസ് ചെയ്യും. പക്ഷെ PCR യൂസ് ചെയ്യില്ല. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ പിന്നെ എന്തിനുള്ളതാണിടാ? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഈസ് ടു ആംപ്ലിഫൈ ദ DNA. ആംപ്ലിഫൈ ദ DNA ടു മേക്ക് മെനി കോപ്പീസ് ഓഫ് ദ DNA. നമ്മൾ PCR യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ റീകോംബിനന്റ് DNA കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് PCR യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പോൾ സദേൺ ഹൈബ്രിഡൈസേഷനിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏതാണ്? ഇലക്ട്രോഫോറസിസ് ഉണ്ട്, ബ്ലോട്ടിംഗ് ഉണ്ട്, ഓട്ടോ റേഡിയോഗ്രാഫി ഉണ്ട്. പക്ഷെ PCR ആണ് അതിൽ ഇല്ലാത്തത്. യെസ് എവ്രി വൺ, ഇസ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു? തെറ്റിപ്പോയാ? ഫസ്റ്റ് തന്നെ എന്ത് പറ്റി? തെറ്റിപ്പോയോ മക്കളെ? യെസ്, നോ പ്രോബ്ലം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ പിടിക്കാടാ. നോ പ്രോബ്ലം, അടുത്ത ക്വസ്റ്റ്യനിൽ വിളിക്കാം. ഓക്കെ, ഓൾ റൈറ്റ് എവറിബഡി? ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മിസ്സിനോട് ചോദിച്ചു പോവാ, അതായിരിക്കും നല്ലത്. ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് ഓൾറെഡി കുറെ ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് കുറച്ച് പഴയ ഓൾഡസ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, പഴയ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് പിന്നെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഇത് സെറ്റ് അല്ലേ? ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വെക്ടർ ക്യാൻ ക്ലോൺ ഓൺലി എ സ്മോൾ ഫ്രാഗ്മെന്റ് ഓഫ് DNA? പെട്ടെന്ന് കണ്ടപ്പോൾ മോളിക്കുലർ ബേസിസിലെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചു. ഓക്കെ, നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ. എന്താണെങ്കിലും എല്ലാം നമ്മൾ പഠിക്കണല്ലോ അല്ലെ, എല്ലാം നമ്മൾ പഠിക്കണ്ടേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വെക്ടർ can only clone only a small fragment of DNA. ഇത് AIPMT വന്നതാണ് കേട്ടോ. ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം, ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം, പ്ലാസ്മിഡ്, കോസ്മിഡ്. നമ്മൾ പല രീതിയിൽ ജീൻ ക്ലോണിങ്ങിനായിട്ട് പല ടൈപ്പ് ഓഫ് വെക്ടേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യും. BAC ഉണ്ട്, YAC ഉണ്ട് അല്ലെ, കോസ്മിഡ്സ് ഉണ്ട്, പ്ലാസ്മിഡ്സ് ഉണ്ട്. പ്ലാസ്മിഡ് വെക്ടേഴ്സിനെയാണ് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് വിച്ച് വെക്ടർ ക്യാൻ ക്ലോൺ ഓൺലി എ സ്മോൾ ഫ്രാഗ്മെന്റ് ഓഫ് DNA? ആരെയാണ്? സ്മോൾ ഫ്രാഗ്മെന്റ്, നമുക്ക് ആവശ്യമുള്ള ചെറിയ ഫ്രാഗ്മെന്റ്സിനെ കട്ടെടുത്ത്, ഷോർട്ടർ DNA ഫ്രാഗ്മെന്റ്സിനെ കട്ട് ചെയ്തെടുത്ത് റെസ്ട്രിക്ഷൻ എൻസൈംസിനെ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് അതിനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ, ഒരു ഹോസ്റ്റ് സെല്ലിൽ റെപ്ലിക്കേറ്റ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ പ്ലാസ്മിഡ് ആണ് അല്ലെ. പ്ലാസ്മിഡ് DNA സർക്കുലർ ഡബിൾ സ്ട്രാൻഡഡ് ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് DNA ആണ്. സോ ഒരുപാട് എക്സാമ്പിൾസ് ഓഫ് പ്ലാസ്മിഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. പ്ലാസ്മിഡ്സിനെ നമ്മൾ മോളിക്യുലർ വെഹിക്കിൾസ് എന്നും കൂടിയാണ് പറയുക അല്ലെ. മോളിക്യുലർ വെഹിക്കിൾസ് എന്നും കൂടിയാണ് നമ്മൾ പറയുക. ബിക്കോസ് ദേ ഹെൽപ്പ് us ഇൻ ക്യാരിങ് ദ ഫോറിൻ DNA ഇൻ ടു ദ ടാർഗറ്റ് സെൽ ആസ് വെൽ. ഇസ്ന്റ് ഇറ്റ്? യെസ്. അപ്പം ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ C ആണ്. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? സെറ്റ് അല്ലേ? ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The cutting of DNA at specific locations became possible with the discovery of. Simple question, direct question. Blotting. നമുക്ക് നോക്കാം ഗുലാബി, ലാസ്റ്റ് പറയാം അല്ലെ. അതായത് മോളിക്കുലർ ബേസിസിലെ അല്ലേ അവിടെ പഠിക്കുന്നതല്ലേ. DNA ഫിംഗർ പ്രിന്റിങ്ങിലും നിങ്ങൾ പഠിക്കേണ്ടെന്ന് തോന്നുന്നു അല്ലെ. The cutting of DNA at specific locations became possible with the discovery of AIPMT 2015 വന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്സ്, സെലക്ടബിൾ മാർക്കേഴ്സ്, ലൈഗേസസ്, റെസ്ട്രിക്ഷൻ എൻസൈംസ്. ആരാണ് മോളിക്കുലർ സിസേഴ്സ് നമ്മളെ DNA കട്ട് ചെയ്യാൻ? യെസ്, കോസ്മിഡ് ഇസ് ഓൾസോ എ ടൈപ്പ് ഓഫ് വെക്ടർ. യെസ്, ഒരു ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് വൺ ആണ്. യെസ്, ഓക്കെ, പറയൂ. Cutting of DNA at specific locations became possible with the discovery of restriction enzymes. അതിൽ ആരാണ്? നമുക്കറിയാം റെസ്ട്രിക്ഷൻ എൻസൈംസ് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് ആണ്. അതിൽ endonucleases ഉണ്ട്, and also there are exonucleases. endonucleasesനെയാണ് ഇതിൽ നമ്മൾക്കറിയാം. they cut the DNA at specific sites. recognition sites എന്നാണ് പറയുന്ന സൈറ്റ്സിലാണ് കട്ട് ചെയ്യുക. അപ്പൊ അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മളുടെ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്നത്. സെറ്റ് അല്ലേ ഇതുവരെ? യെസ്. let's go to the next question. The DNA molecule to which gene of interest is integrated in cloning is called as. അതിനെന്താ നമ്മൾ പറയാ? The DNA molecule to which the gene of interest is integrated for cloning. അതിനെ നമ്മൾ വെക്ടർ എന്നാണോ, ടെംപ്ലേറ്റ് എന്നാണോ, കാരിയർ എന്നാണോ, ട്രാൻസ്ഫോമർ എന്നാണോ പറയാം? നമ്മുടെ DNA ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈമിനെ യൂസ് ചെയ്ത് കട്ട് ചെയ്തെടുത്തു അല്ലേ.
ചെറിയ ചെറിയ ഫ്രാഗ്മെന്റ്സ് കിട്ടി. അപ്പൊ ഈ ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇലക്ട്രോഫോറസിലൂടെ സെപ്പറേറ്റ് ചെയ്തെടുക്കും, PCR ആംപ്ലിഫൈ ചെയ്തെടുക്കും. നമ്മൾ അതിനെ കൊണ്ടുപോയിട്ട് എവിടെ ഇടുക? അതേ സമയത്ത് തന്നെ പ്ലാസ്മിഡ് വെക്ടറിനെയും ഈ റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്തിരുന്നു. ഇതിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മളുടെ പ്ലാസ്മിഡ് വെക്ടറിലേക്കാണ് അല്ലെ. എന്നിട്ട് അതിനെ അവിടെ DNA ലൈഗേസ് വന്നിട്ട് ലൈഗേറ്റ് ചെയ്യും. സോ ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ഫോർത്ത് ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ദാറ്റ് ഇസ് വെക്ടർ. ഈസ് ഇറ്റ് ക്ലിയർ? പ്രശ്നമൊന്നുമില്ലല്ലോ. ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റിയർ ടാങ്ക് ബയോറിയാക്ടേഴ്സ് ഹാവ് ബീൻ ഡിസൈൻഡ് ഫോർ. എന്തിനാണ് നമ്മൾ സ്റ്റിയർ ടാങ്ക് ബയോറിയാക്ടേഴ്സിനെ യൂസ് ചെയ്യുന്നത്? നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ഒരു ഫോറിൻ DNA കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്, മിസ് പറയുന്നൊക്കെ ക്ലിയർ ആവുന്നില്ല എല്ലാവർക്കും? ഓക്കെ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഗ്രേറ്റ്. ഓക്കെ, അപ്പോ എനിക്ക് സ്ക്രീൻ അത്രതായിട്ട് സ്ക്രീൻ മൂവ് ചെയ്യുന്നില്ലേ മിസ്? മൂവ് ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ സ്ലൈഡ് മാറിയിട്ടില്ല അല്ലെ? എനിക്കും തോന്നി എന്തോ ഒരു ചെറിയ ഇത്. വൈ ദ സ്ലൈഡ് ഈസ് നോട്ട് മാറൽ? സ്ലൈഡ് എവിടെ? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുന്നില്ലടാ? ക്വസ്റ്റ്യൻ കാണുന്നില്ല? ഓക്കെ, മിസ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ, വൺ സെക്കൻഡ്. എന്താണിത്? ഇപ്പൊ കാണുന്നില്ലേ എല്ലാവർക്കും? ഇപ്പൊ ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ഒന്ന് കൺഫേം ചെയ്യാം മക്കളെ. അതേപോലെ നിങ്ങളുടെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിനോടൊക്കെ വന്നിട്ട് നമ്മുടെ ഈ PYQ സീരീസിൽ ജോയിൻ ചെയ്യാൻ പറയാം കേട്ടോ. എത്ര അധികം നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നോ അത്രയും നല്ലതാണ്. സ്റ്റിയർ ടാങ്ക് ബയോറിയാക്ടേഴ്സ് ഹാവ് ബീൻ ഡിസൈൻഡ് ഫോർ. യെസ്, NEET 2016 phase 2 വന്ന ക്വസ്റ്റ്യൻ ആണ്. പ്യൂരിഫിക്കേഷൻ ഓഫ് പ്രോഡക്റ്റ്, അഡീഷൻ ഓഫ് പ്രിസർവേറ്റീവ് ടു ദ പ്രോഡക്റ്റ്, അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ ത്രൂ ഔട്ട് ദ പ്രോസസ്, എൻഷുറിംഗ് അനൈറോബിക് കണ്ടീഷൻസ് ഇൻ ദ കൾച്ചർ വെസൽ. എന്താണ് സ്റ്റിയർ ടാങ്ക് ബയോറിയാക്ടർ? പല ടൈപ്പ് ഓഫ് ബയോറിയാക്ടേഴ്സിനെ നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് ഈ ബയോറിയാക്ടർ? നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്ത നമ്മുടെ റീകോംബിനന്റ് DNA അതിൽ നിന്ന് നമുക്ക് ആവശ്യമായ പ്രൊഡക്റ്റിനെ കിട്ടണം. അതായത് ആ DNA എക്സ്പ്രസ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീൻ ആവാം, ഒരു എൻസൈം ആവാം അല്ലെ. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയണം? മാക്സിമം ആയിട്ട് കൾച്ചർ ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് പ്യൂരിഫൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. അപ്പോൾ അതിലൂടെ നമ്മുടെ പ്രൊഡക്റ്റിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരെ ആദ്യം നമ്മൾ ലാർജ് സ്കെയിലിൽ വളർത്തണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വെസൽസിനെയാണ് നമ്മൾ ബയോ റിയാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദേ ആർ നത്തിങ് ബട്ട് ലൈക്ക് ഫെർമെന്റേഴ്സ് അല്ലെ. അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ടാകും? ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ഉണ്ടാകും, ഒരു pH കൺട്രോൾ ഉണ്ടാകും. കാരണം നമ്മൾ ഹോസ്റ്റ് സെല്ലിന്റെ ഉള്ളിൽ, ബാക്ടീരിയൽ സെല്ലിന്റെ ഉള്ളിൽ ഇട്ടിട്ടാണ് നമ്മുടെ റീകോംബിനന്റ് DNA മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കുന്നത്. അപ്പം അവർക്ക് വളരാനായിട്ടുള്ള ന്യൂട്രിയൻ മീഡിയം ഉണ്ടാകും. ഇസ്ന്റ് ഇറ്റ്? ക്ലീൻ സ്റ്റെറൈൽ കണ്ടീഷൻസ് ഉണ്ടാകും. അതേപോലെ തന്നെ എപ്പോഴും നമ്മുടെ കൾച്ചർ ഇട്ട് കൊടുക്കുന്ന, നമ്മുടെ ബാക്ടീരിയൽ കൾച്ചർ, റീകോംബിനന്റ് DNA ഉള്ള ബാക്ടീരിയൽ കൾച്ചർ ഇട്ട് കൊടുക്കുന്ന ഒരു ഇൻലെറ്റ് പൈപ്പ് ഉണ്ടാകും. സാമ്പിൾ കളക്ട് ചെയ്യാനായിട്ട് ഒരു ഔട്ട്ലെറ്റ് പൈപ്പും ഉണ്ടാകും. ഇസ്ന്റ് ഇറ്റ്? സ്റ്റിയർ ടാങ്ക് ബയോറിയാക്ടറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള എയറേഷനും അജിറ്റേഷനും ഉണ്ടാകും. എന്താണ് ഉണ്ടാവുക? എയറേഷൻ ആൻഡ് അജിറ്റേഷൻ. അവരുടെ നടുവിൽ ഇതേപോലെയുള്ള വലിയ ബ്ലേഡ്സ് വെച്ചിട്ട് വാട്ട് ഹാപ്പൻ? കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എയർ ഉണ്ടാകും, ഓക്സിജന്റെ സപ്ലൈ ഉണ്ടാവും. സോ ദാറ്റ് ത്രൂ ഔട്ട് ദ ബയോറിയാക്ടർ എയർ ഇങ്ങനെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഈ അജിറ്റേറ്റർ വെച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം മൈക്രോബ്സ് ആണ് വളരുന്നത്, എയർ എല്ലാ സ്ഥലത്തേക്കും എത്തണം. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ബബിൾസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈക്വലി എന്ത് ചെയ്യണം? അത് ഒരു സ്ഥലത്ത് തങ്ങി നിൽക്കാതെ ഡിസ്ട്രിബ്യൂട്ടഡ് ആവണം. ഇസ്ന്റ് ഇറ്റ്? സോ അവൈലബിലിറ്റി ഓഫ് ഓക്സിജൻ ത്രൂ ഔട്ട് ദ പ്രോസസ്, എല്ലാ സ്ഥലത്തേക്കും ഈ നടക്കുന്ന സമയത്ത്, മൈക്രോബ്സ് മൾട്ടിപ്ലൈ ചെയ്ത് വളരുന്ന സമയത്ത് നമ്മുടെ റീകോംബിനന്റ് DNA മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഓക്സിജൻ എല്ലായിടത്തും അവൈലബിൾ ആക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇവർക്ക് എന്തുള്ളത്? സ്റ്റിയറിംഗ് ഓർ അജിറ്റേഷൻ ഉള്ളത്. ഇസ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു? ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ. ഫിഫ്ത് ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ഇസ് ഇസ് ക്ലിയർ എവറിബഡി? യെസ്? എനി ഡൗട്ട്സ്, എനി കൺഫ്യൂഷൻസ്? ഓൾ ഗുഡ്. Okay. A foreign DNA and plasmid cut by the same restriction endonuclease can be joined to form a recombinant plasmid using EcoR1, Taq polymerase, polymerase 3, ligase.
ഫോറിൻ DNA പ്ലാസ്മിഡിനെയും നമ്മൾ റീകോംബിനന്റ് DNA കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഫോറിൻ DNA റെസ്ട്രിക്ഷൻ എൻസൈം കട്ട് ചെയ്യും, വെക്ടറിനെയും അതേ റെസ്ട്രിക്ഷൻ എൻസൈം തന്നെ കട്ട് ചെയ്യും. എന്തിനാണ് ഇവർ ഒരേ ആൾ തന്നെ പോയിട്ട് കട്ട് ചെയ്യുന്നത്? കാരണം ഈ പ്ലാസ്മിഡിലും അതിന് റെക്കഗ്നീഷൻ സീക്വൻസ് ഉണ്ടാകും, അതേപോലെ നമ്മുടെ ഫോറിൻ DNAയിലും അതിനൊരു റെക്കഗ്നീഷൻ സീക്വൻസ് ഉണ്ടാകും. എന്നിട്ട് ഈ കട്ട് ചെയ്ത ഫ്രാഗ്മെന്റിനെ നമ്മൾ അത് കഴിഞ്ഞ് ഇലക്ട്രോഫോറസിസ് ചെയ്തു, നമ്മൾ PCR ചെയ്തു, നമ്മൾ കൊണ്ട് ഇൻസേർട്ട് ചെയ്തു നമ്മുടെ പ്ലാസ്മിഡ് വെക്ടർ അല്ലെ. അപ്പൊ അതിനെ അവിടെ ലൈഗേറ്റ് ചെയ്യുന്നത്, അതായത് അതിനെ അവിടെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് ആരാണ്? കാരണം നമ്മൾ കൊണ്ടുപോയി ഇടുന്നത് ഒരു DNA-നെയാണ്. അപ്പൊ അതിൽ എന്തുണ്ടാകും? സ്റ്റിക്കി എൻസ് ഉണ്ടാകും അല്ലെ. അപ്പൊ പ്ലാസ്മിഡിലും അതേപോലെ എന്തുണ്ടടാ? കുറച്ച് സ്റ്റിക്കി എൻസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ രണ്ട് എൻസും തമ്മിൽ എന്ത് ചെയ്യണം? ബേസ് പെയർ ചെയ്യണം. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്, അവർ ബേസ് പെയർ ചെയ്താൽ മാത്രമേ അതവിടെ ലൈഗേറ്റഡ് ആവുകയുള്ളൂ. ഫോറിൻ DNA-ക്ക് അവിടെ സ്റ്റേബിൾ ആയിട്ട് ബോണ്ട് ഫോം ചെയ്താൽ മാത്രമേ അതിനവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. ഇസ്ന്റ് ഇറ്റ്? അപ്പൊ അതിന് ഹെൽപ്പ് ചെയ്യുന്നത്, ഇവർ തമ്മിലുള്ള ഈ ബോണ്ട് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? DNA ലൈഗേസ്. അവരാണ് ഈ ഫോറിൻ DNA-നെ പ്ലാസ്മിഡിൽ കൊണ്ടുപോയിട്ട് ലൈഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ബേസ് പെയർ ഒക്കെ നടന്ന്, ബേസ് പെയറിംഗ് ഒക്കെ നടന്ന് അവിടെ ഒട്ടി നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ ഡി ലൈഗേസ് ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. നമ്മൾ സ്ലോ ആയിട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ. നിമിഷ, ആൽഫ, ഗുലാബി ഇവരൊക്കെ എല്ലാ സെഷനിലും വരുന്ന മക്കളാണ് കേട്ടോ. എല്ലാ PYQ സീരീസിലും ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന മക്കളാണ്. ട്രൂമാൻ ഓൾസോ റെഗുലർ ആയിട്ട് വരുന്ന മക്കളാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇപ്പോൾ ഉള്ള ഈ ചെയ്യുന്ന ഹാർഡ് വർക്കിന്റെയും ഈ ഒരു കൺസിസ്റ്റൻസിയുടെയും ഒക്കെ റിസൾട്ട്സ് എന്താണെങ്കിലും നിങ്ങളുടെ NEET 2026 നിങ്ങൾക്ക് കാണാനും പറ്റും. ഓക്കെ, ഡെഫിനറ്റ്ലി മാർക്ക് മൈ വേർഡ്സ്. Which of the following is not a component of downstream processing? ഇതിൽ ഡൗൺസ്ട്രീം പ്രോസസ്സിംഗിന്റെ ഭാഗമല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്. സെപ്പറേഷൻ, പ്യൂരിഫിക്കേഷൻ, പ്രിസർവേഷൻ, എക്സ്പ്രഷൻ. ഇതിൽ ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബേസിക്കലി പ്യൂരിഫിക്കേഷൻ ആൻഡ് സെപ്പറേഷൻ ഓഫ് ആർ പ്രോഡക്റ്റ്, അതാണ് നമ്മൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ റീകോംബിനന്റ് DNA-യിൽ റീകോംബിനന്റ് പ്രോഡക്റ്റ് എന്താണോ അതിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ഈ ഡൗൺസ്ട്രീം പ്രോസസ്സിംഗിലൂടെ എടുക്കണം. ഇസ്ന്റ് ഇറ്റ്? യെസ്. എന്നിട്ട് നമുക്ക് പല പ്രിസർവേറ്റീവ്സും കെമിക്കൽ മെത്തേഡ്സും ഒക്കെ യൂസ് ചെയ്ത് തന്നെ പ്രിസർവ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റും. കറക്റ്റ്? യെസ്. അപ്പോ എക്സ്പ്രഷൻ ഓഫ് റീകോംബിനന്റ് DNA, എക്സ്പ്രഷൻ ഇതിന്റെ ഭാഗമല്ല, ഡൗൺസ്ട്രീം പ്രോസസ്സിംഗിന്റെ ഭാഗമല്ല. കാരണം ഓൾറെഡി നമ്മൾ റീകോംബിനന്റ് DNA എക്സ്പ്രസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിനെ പ്യൂരിഫൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നതും പ്രിസർവ് ചെയ്യുന്നതും ഒക്കെ. ഇസ്ന്റ് ഇറ്റ്? സോ എക്സ്പ്രഷൻ ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഡൗൺസ്ട്രീം പ്രോസസ്സിംഗ്. സോ 7th ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. യെസ് എവ്രിവൺ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, യെസ്. എല്ലാവരും ഡോക്ടർ ഗുലാബി, ഡോക്ടർ ആൽഫ, ഡോക്ടർ നിമിഷ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. Now, which of the following restriction enzyme produce blunt ends? ഇതിൽ ഏത് റെസ്ട്രിക്ഷൻ എൻസൈം ആണ് ബ്ലണ്ട് എൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? SAL1, XHO1, EcoRV, XHO1, HIND3. എന്താണ് ഈ ബ്ലണ്ട് എൻസും സ്റ്റിക്കി എൻസും തമ്മിലുള്ള ഡിഫറൻസ്? ആർക്കെങ്കിലും പറയാമോ? ബ്ലണ്ട് എൻസും സ്റ്റിക്കി എൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? യെസ്. നീ 2016 വരെ നമ്മൾ എത്തി കേട്ടോ. 2016 വരെ നമ്മൾ എത്തി. യെസ്. Okay. Yeah. പറയൂ. Which of the following restriction enzyme produces blunt ends? Yes. SAL1, EcoRV, XHO1, HIND3. യെസ്. EcoRV എന്ന് പറഞ്ഞാൽ EcoR1 ഇല്ലേ, നമ്മുടെ ഈക്കോളൈ RY13 നിന്നും ഡെവലപ്പ് ചെയ്തെടുത്ത മറ്റൊരു റെസ്ട്രിക്ഷൻ എൻസൈം ആണ്. യെസ്, EcoR1 ആണ് മക്കൾ പഠിച്ചിട്ടുള്ളത്. സോ EcoR1 തന്നെ ലെറ്റ്സ് റൈറ്റ് ഇറ്റ് ആസ്. ബട്ട് ഇറ്റ്സ് എ ടൈപ്പ് 2 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. EcoRV ഈസ് ഓൾസോ എ ടൈപ്പ് 2 റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്. പക്ഷെ നിങ്ങൾ അത് കേട്ടിട്ടില്ല. യെസ്, വെരി ഗുഡ് ആൽഫ. അതായത് ഓവർ ഹാങ്ങിങ് ഇല്ലാത്ത, ഇങ്ങനെ ഓവർ ഹാങ്ങിങ് ആയിട്ട് ബേസ് പേസ് ഇങ്ങനെ തൂങ്ങിക്കിടക്കാത്ത അല്ലെ, അങ്ങനെയുള്ള എൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലണ്ട് എൻസ് എന്ന് പറയുന്നത്. കാരണം അതിങ്ങനെ ഇവിടെയും ഇവിടെയും ഇങ്ങനെ ഓവർ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്നുണ്ടാവില്ല. ഇവിടെ ഈക്വൽ ആയിരിക്കും, അതേപോലെ ഇവിടെയും ഈക്വൽ ആയിരിക്കും അല്ലെ. ഓവർ ഹാങ്ങിങ്സ് ഉണ്ടാവാത്ത എൻഡിനെയാണ് നമ്മൾ ബ്ലണ്ട് എൻസ് എന്ന് പറയുന്നത്. അപ്പം അവര് എന്താ പറയാ, ഈ EcoRV പോലെയുള്ള, നമ്മുടെ EcoR1 പോലെയുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസ് നമ്മുടെ ടാർഗറ്റ് DNA-യിൽ പോയിട്ട് ഒരു 6 ബേസ് പെയർസിന്റെ അല്ലെ, 1 2 3 4 5 6 ബേസ് പെയർസ് ലോങ് ആയിട്ടുള്ള
പാലിൻഡ്രോമിക് സീക്വൻസിനെ റെക്കഗ്നൈസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പോയിട്ട് അതിനെ കട്ട് ചെയ്യും അല്ലേ. 6 ബേസസ് ഉള്ള ഒരു പാലിൻഡ്രോമിക് സീക്വൻസിനെ പോയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് ബ്ലണ്ട് എൻഡ്സ് ഉണ്ടാക്കും. എന്നിട്ട് അത് പോയിട്ട് അതേ സാധനത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പ്ലാസ്മിഡിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പക്ഷെ SAL1 XHO1 ഹിൻഡ് 3 എന്നൊക്കെ പറയുന്ന റെസ്ട്രിക്ഷൻ എൻസൈംസ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റിക്കി എൻസ് ആണ്. ബ്ലണ്ട് എൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് ഈക്കോ RB. ഇസ് ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു? ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 8th ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. യെസ് എവ്രി വൺ, ഇസ് ഇറ്റ് ക്ലിയർ ടു ഓൾ ഓഫ് യു? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? യെസ്. Okay, we are going to the next question. Which of the following is not a feature of plasmids? ഇതിൽ പ്ലാസ്മിഡിന്റെ ഫീച്ചർ അല്ലാത്തത് എന്താണ്? ട്രാൻസ്ഫറബിൾ, സിംഗിൾ സ്ട്രാൻഡഡ്, ഇൻഡിപെൻഡന്റ് റെപ്ലിക്കേഷൻ, സർക്യുലർ സ്ട്രക്ചർ. ഇതിൽ എന്താണ് പ്ലാസ്മിഡിന്റെ ഫീച്ചർ അല്ലാത്തത്? നമുക്കറിയാം പ്ലാസ്മിഡ് വെക്ടേഴ്സിനെ നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ യൂസ് ചെയ്യുന്നത് തന്നെ ഇറ്റ്സ് ബിക്കോസ് ദേ ആർ സർക്യുലർ. They are double stranded DNA. നേരെ ഇരിക്കേണ്ട ലീനിയർ ഡബിൾ സ്ട്രാൻഡഡ് DNA സർക്യുലർ ആയിട്ട് ഇരിക്കുകയാണ്, ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് ആണ്, ആൻഡ് ദേ ക്യാൻ ബി ട്രാൻസ്ഫേർഡ് അല്ലെ. ഫ്രം ക്യാരിങ് ദ റീകോമിനന്റ് DNA നമുക്ക് അവരെ പ്ലാന്റ് സെൽസിലേക്കും ഏത് സെൽസിലേക്കും വേണമെങ്കിലും നമുക്ക് അവരെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. യെസ് കറക്റ്റ് മാം. സ്റ്റിക്കി എൻഡഡ് എൻസിൽ ചെയ്യുന്ന അമൗണ്ടിൽ എങ്കിലും സ്റ്റിക്ക് പാർട്ടിക്കിൾസ് ഉണ്ടാവില്ലേ? കംപ്ലീറ്റ്ലി ലൈഗേസ് വെച്ചിട്ടല്ലേ ലോഗിൻ ആവുന്നത്. കാരണം DNA ലൈഗേസ് വന്നിട്ടല്ലേ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ഓവർ ഹാങ്ങിങ് ഉള്ളപ്പോൾ അവർ കറക്റ്റ് സ്ഥലത്ത് പോയി ബേസ് പെയർ ചെയ്ത് ലൈഗേറ്റ് ആവാൻ വേണ്ടി DNA ലൈഗേസ് ഹെൽപ്പ് ചെയ്യും. അവർ ബോൺ ഫോർമേഷൻ ഇനിഷ്യേറ്റ് ചെയ്യാണ് ചെയ്യുക. അങ്ങനെയാണ് അവർ കംപ്ലീറ്റ്ലി ഫോറിൻ DNA പ്ലാസ്മിഡ് DNAയുടെ ഒരു ഭാഗമാക്കി മാറ്റുന്നത്. യെസ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് പ്ലാസ്മിഡ്സ്? ട്രാൻസ്ഫറബിൾ ആണ്, സിംഗിൾ സ്റ്റാൻഡേർഡ് അല്ല അല്ലെ, ഇൻഡിപെൻഡന്റ് റെപ്ലിക്കേഷൻ ഓട്ടോണമസ് റെപ്ലിക്കേഷൻ പോസിബിൾ ആണ്, സർക്യുലർ സ്ട്രക്ചർ ആണ്, സർക്യുലർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്, isn't it? സോ ദേ ആർ നോട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ്, ദേ ആർ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലെ. 9th ക്വസ്റ്റിന്റെ ആൻസർ ഇസ് ഓപ്ഷൻ ബി. മകൾക്ക് എത്ര ക്വസ്റ്റ്യൻ ചെയ്യണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്? ഇതൊക്കെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഇതിൽ ഏതാണ് ഒരു റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആയിട്ടുള്ളത്? DNA is 1, RNA is ഹിൻഡ് 2, പ്രോട്ടിയേസ്. ഹിൻഡ് 2 ആണ് ഇതിൽ നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. യെസ്, ഫുൾ ചെയ്യാം. ഫുൾ 2025 വരെയുള്ളത് ചെയ്യണോ? എത്ര മണി വരെയാണ് നമ്മുടെ ലൈവ്? 7 to 8:15 വരെയാണെന്ന് തോന്നുന്നു അല്ലേ? യെസ്, 8:15 വരെ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, പറയൂ. ഹിൻഡ് 2 അല്ലേ ഇതിൽ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ, മാം കൊണ്ടുവന്ന സ്ലൈഡ്സ് ഫുൾ ചെയ്യാം. ഓക്കേടാ. ദ ടാക് പോളിമറേസ് എൻസൈം ഈസ് ഒബ്റ്റെയിൻ ഫ്രം ടാക് DNA പോളിമറേസ്. വെരി സിമ്പിൾ. നമ്മൾ PCR യൂസ് ചെയ്യുന്ന തെർമോസ്റ്റേബിൾ ആയിട്ടുള്ള എൻസൈം ആണ് ടാക് പോളിമറേസ് എൻസൈം. അതിനെ നമുക്ക് കിട്ടുന്നത് തെർമസ് അക്വാറ്റിക്കസ് എന്ന് പറയുന്ന എക്സ്ട്രീമോഫൈൽ ആയിട്ടുള്ള എക്സ്ട്രീം തെർമോഫിലിക് ആയിട്ടുള്ള ബാക്ടീരിയയിൽ നിന്നാണ് അല്ലെ. അതുകൊണ്ടാണ് അതിന് ഹൈ ടെമ്പറേച്ചേഴ്സിൽ ഫംഗ്ഷൻ ചെയ്യാനും DNA എന്താ പറയുക കോപ്പീസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നത്. isn't it? സോ തെർമസ് അക്വാറ്റിക്കസ് ആണ്. ബാസിലസ് സബ്റ്റിലിസ് അല്ല, സ്യൂഡോമോണാസ് പ്യൂറ്റിഡേ അല്ല, തയോബാസിലസ് അല്ല, തെർമസ് അക്വാറ്റിക്കസ് ആണ്. ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബയോടെക് പ്രിൻസിപ്പിൾസ് നിന്ന് നീറ്റ് 2026 എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ കറക്റ്റ് ആക്കൂലേ? നമ്മൾ തെറ്റിക്കൂലല്ലോ. യെസ്. ഓക്കെ, നെക്സ്റ്റ്. The DNA fragment separated on agarose gel can be visualized after staining with. Very common question അല്ലെ. ഒരുപാട് പ്രാവശ്യം നമ്മൾ കാണുന്ന വെരി കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അസറ്റോകാർബീൻ, അനിലീൻ ബ്ലൂ, എഥീഡിയം ബ്രോമൈഡ്, ബ്രോമോഫിനോൾ ബ്ലൂ. അതായത് DNA fragment separated on agarose gel can be visualized after staining with what children? എന്തിനെ വെച്ചിട്ടാണ് നമുക്ക് എന്താ പറയാ മക്കളെ അഗാറോസ് ജെല്ലിനെ എന്ത് വെച്ചിട്ടാണ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത്? അസറ്റോകാർബിൻ ആണോ, അനിലീൻ ബ്ലൂ ആണോ, ബ്രോമോഫിനോൾ ബ്ലൂ ആണോ, എഥീഡിയം ബ്രോമൈഡ് ആണ് അല്ലെ. എഥീഡിയം ബ്രോമൈഡിന് നമ്മൾ DNAക്ക് കളറില്ലല്ലോ, DNA കളർലെസ് ആണല്ലോ. അഗാറോസ് ജെല്ലി വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ആക്കി കൊടുക്കുമ്പോൾ അതിനെ നമുക്ക് വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ UV ലൈറ്റ് പാസ് ചെയ്യും. ആ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ DNA നമുക്ക് കളർ തരണമെങ്കിൽ നമ്മളൊരു കളർ ഫോമിങ് സബ്സ്റ്റൻസ് ആ UV റേസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കളർ ഫോം ചെയ്യുന്ന സബ്സ്റ്റൻസ് നമ്മൾ ക്രോമോജനിക് സബ്സ്റ്റൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം.
അതാണ് ഈ ഡൈ, അതായത് എത്തിഡിയം ബ്രോമൈഡ്. അപ്പൊ നമുക്ക് അതിന് DNA എങ്ങനെയാ കാണാൻ പറ്റുക? നമ്മുടെ ഓട്ടോ റേഡിയോഗ്രാമിൽ നമ്മൾ നോക്കുമ്പോൾ DNA ഇങ്ങനെ ബ്ലാക്ക് ഇതിലായിരിക്കും ഉണ്ടാവുക, അതിൽ ബ്രൈറ്റ് ഓറഞ്ച് ബാൻഡ്സ് ആയിട്ടായിരിക്കും നമുക്ക് DNA കാണാൻ പറ്റുന്നത് കേട്ടോ. സോ 12th ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, ഓറഞ്ച് കളർ ബാൻഡ്സ്. യെസ്, എത്തിഡിയം ബ്രോമൈഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, DNA fragments are negatively charged, neutral, either positively or depending on their size, positively charged. DNA നമുക്കറിയാം, DNA തന്നെ പല ടൈപ്പ് ഉണ്ട്. BDNA ഉണ്ട്, ZDNA ഉണ്ട് അല്ലെ. പക്ഷെ നമ്മൾ പഠിക്കുന്ന DNA is the BDNA. That BDNA is negatively charged. അതിന് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ് നമ്മൾ അഗാറോസിൽ ഇലക്ട്രോഫോറസിൽ ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇലക്ട്രോഡ്സ് ഒക്കെ കണക്ട് ചെയ്ത് ആനോഡും കാത്തോഡും ഒക്കെ കണക്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ദേ ഹാവ് എ ടെൻഡൻസി ടു മൂവ് ടുവേർഡ്സ് ദി ആനോഡ്. ഇസ്ന്റ് ഇറ്റ്? ആനോഡിലേക്കാണോ കാത്തോഡിലേക്കാണോ പോവാ? ആനോഡിലേക്കാണോ കാത്തോഡിലേക്കാണോ പോവുക? നെഗറ്റീവ്ലി ചാർജ് DNA ആണ്. സോ ദേ ഹാവ് എ ടെൻഡൻസി ടു മൂവ് ടുവേർഡ്സ് ദ പോസിറ്റീവ് എൻഡ് ത്രൂ ദ സീവിംഗ് ഇഫക്റ്റ് ഓഫ് ദ അഗാരോസ് ജെൽ അല്ലെ. അങ്ങനെയാണ് ഡിഫറെന്റ് ബാൻഡ്സ് എത്തുന്നത്. അതുവഴി നമുക്ക് ആവശ്യമുള്ള ബാൻഡിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യും. DNA is negatively charged. Isn't it? 13 ക്വസ്റ്റിന്റെ ആൻസർ ഇസ് ഓപ്ഷൻ എ. കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നുണ്ടോ? സ്പീഡ് കുറയാണെങ്കിൽ പറയണം, സ്പീഡ് കൂട്ടാം കേട്ടോ. What is the criteria for DNA fragments movement on agarose cell during gel electrophoresis? Gel electrophoresisന്റെ കുറേ ക്വസ്റ്റ്യൻ ഈ വർഷം വന്നിട്ടുണ്ട് 2017. അതേപോലെ നമ്മൾ 2022-23 പറഞ്ഞാൽ ഈ ചാപ്റ്ററിന്റെ ഒരു ഹിറ്റ് വർഷമായിരുന്നു. അതായത് നീറ്റിന്റെ ചരിത്രത്തിൽ ബയോടെക്കിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടോയെന്ന് നമ്മളെ എന്താ പറയാ, നമുക്ക് തന്നെ തോന്നിയ വർഷങ്ങളായിരുന്നു 2022-23. ഒരുപാട് ക്വസ്റ്റ്യൻസ്, ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്, 7 ക്വസ്റ്റ്യൻസ് വരെ വന്ന വർഷമുണ്ട്. ഓക്കെ, നൗ വാട്ട് ഈസ് ദ ക്രൈറ്റീരിയ? DNA ഫ്രാഗ്മെന്റ്സിനെ നമ്മൾ എന്ത് വെച്ചിട്ടാണ്? ദ സ്മോളർ ദ ഫ്രാഗ്മെന്റ് സൈസ് ദ ഫാർദർ ഇറ്റ് മൂവ്സ്. പോസിറ്റീവ്ലി ചാർജ് ഫ്രാഗ്മെന്റ്സ് മൂവ് ടു ദ ഫാർദർ എൻഡ് അല്ല. DNA നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. നെഗറ്റീവ്ലി ചാർജ് ഫ്രാഗ്മെന്റ്സ് ഡു നോട്ട് മൂവ്. തെറ്റ്. ഫ്രാഗ്മെന്റ്സ് എന്താണെങ്കിലും മൂവ് ചെയ്യും, പക്ഷെ ദേ മൂവ് ബേസ്ഡ് ഓൺ ദെയർ സൈസ് അല്ലെ. ദ ലാർജർ ദ ഫ്രാഗ്മെന്റ് സൈസ് ദ ഫാർദർ ഇറ്റ് മൂവ്സ്. തെറ്റാണ്. ചെറിയ ഫ്രാഗ്മെന്റ് നമ്മുടെ അഗാറോ സെല്ലിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ വെൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ വെൽസിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന DNA വലിയ വലിയ തടിയൻ ഫ്രാഗ്മെന്റ്സ് എന്ത് ചെയ്യൂടാ, അവർക്ക് അധികം മൂവ് ചെയ്യാൻ പറ്റൂല അല്ലെ. പക്ഷെ ചെറിയ ഫ്രാഗ്മെന്റ്സ് പെട്ടെന്ന് മൂവ് ചെയ്ത് they move farther and they reach fastest to the anode. Isn't it? മാം ഈ ചാപ്റ്ററിൽ നിന്ന് മാത്രമാണ് 7 ക്വസ്റ്റ്യൻ, ഇതിൽ നിന്ന് മാത്രം 7 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നമ്മൾ ആ വർഷം കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും. ആൽഫ നോക്കിക്കോ. സോ ദ സ്മോളർ ദ ഫ്രാഗ്മെന്റ് സൈസ് ദ ഫാർദർ ഇറ്റ് മൂവ്സ്. ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. യെസ്, ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a gene whose expression helps to identify the transformed cell is known as. നമ്മൾ റീകോമിനന്റ് DNA കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ചില നമ്മുടെ പ്ലാസ്മിഡ് വെക്ടേഴ്സിലേക്ക് കുറച്ച് ജീനുകളെ ഇട്ട് കൊടുക്കും. നമ്മൾ നീറ്റ് 2017 ഇപ്പൊ എത്തി നിൽക്കുന്നത് അല്ലെ. നമ്മളിപ്പോ 2017 കാലഘട്ടത്തിൽ എത്തി. 2017 നിങ്ങൾ എവിടെയായിരുന്നു മക്കളെ? നിങ്ങൾ ഏത് ക്ലാസ്സിലായിരുന്നു? 2017 മിസ് എവിടെയായിരുന്നു? മിസ് ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. 2017 ഞാൻ അപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നൗ ടെൽ മീ. So a gene whose expression helps to identify the transformed cell is known as. ഷുഗർ വന്ന് ചത്ത തേനീച്ച. ഓ മൈ ഗോഡ്. ഹായ് ഷുഗർ വന്ന് ചത്ത തേനീച്ച, ഹൗ ആർ യു? എന്തൊക്കെ പേരടാ. 4th ഓ ഗോഡ്. ഞാനപ്പം ബാംഗ്ലൂര് കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യെസ്, a gene whose expression helps to identify transformed cells is known as. Okay, vector plasmid structural gene selectable marker. Okay, vector plasmid structural gene selectable marker. Identify the transformed cell. ഏതാണ്? നമ്മൾ അതിനെ എന്താ പറയാ? സെലക്ടബിൾ മാർക്കേഴ്സ് എന്നാണ് പറയാ അല്ലെ. അത് തന്നെ നമുക്കറിയാം. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ഉണ്ട്, പിന്നെ കളർ പ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള എൻസൈം ഫോമിംഗ് ജീൻസ് ഉണ്ട്, ലൈക്ക് ബീറ്റ ഗാലക്ടോസിഡേസ്. ഇവരൊക്കെ സെലക്ടബിൾ മാർക്കേഴ്സ് ആണ്. നമ്മുടെ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള സെൽസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ചില ജീനുകൾ. കാരണം നമ്മളെ റീകോമിനന്റ് DNA കയറിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇവരെ വളർത്തി നോക്കും, കൾച്ചർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ മാർക്കർ സെലക്ടബിൾ മാർക്കർ ജീൻസ് എക്സ്പ്രസ്ഡ് ആയിട്ടുണ്ടോ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ട്രാൻസ്ഫോംഡ് സെൽസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. Isn't it? Yes. അപ്പം ഇത് ക്ലിയർ അല്ലേ? ഈ ട്രാൻസ്ഫോമൻസ്, നോൺ ട്രാൻസ്ഫോമൻസ്, റീകോമിനൻസ്, നോൺ റീകോമിനൻസ്, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടോ? ആ ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Now, the process of separation mid-purification of expressed protein before marketing is called downstream processing, bioprocessing, post-production processing, upstream processing. എന്താണ് മക്കളെ? The process of separation of
separation mid purification of express protein before marketing is called downstream processing, bioprocessing, post-production processing, upstream processing. Process of separation and purification of the required recombinant product. എന്താണ് നമ്മൾ അതിനെ പറയാ? Downstream processing. അല്ലേ? Option A ആണ്. Isn't it, children? Yes? Okay. Simple question, direct question. The correct order of steps in polymerase chain reaction is. PCR എപ്പോഴും വരുന്നതാണ് കേട്ടോ, ചോദ്യം വരുന്ന ഭാഗമാണ്. അപ്പൊ എന്താണ് മക്കളെ ഇതില്? യെസ്, കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെപ്സ് ഇൻ PCR എന്താണെന്ന് മക്കൾ പറയും. നമ്മൾ അങ്ങനെ 2018 2018 വളരെ വലിയ വർഷം അല്ലേ, നമ്മുടെ വെള്ളപ്പൊക്കമൊക്കെ വന്ന വർഷമല്ലേ. The correct order of steps in polymerase chain reaction: extension, denaturation, annealing. Annealing, extension, denaturation. Denaturation, extension, annealing. Denaturation, annealing, extension. ആദ്യം നമ്മൾ PCR എന്താണ് ചെയ്യുന്നത്? നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത നമ്മളുടെ DNA നമ്മൾ ആംപ്ലിഫൈ ചെയ്ത് കുറെ കോപ്പീസ് ഉണ്ടാക്കുകയാണ് ബിഫോർ പുട്ടിങ് ഇറ്റ് ഇൻ ടു ദ വെക്ടർ. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ അല്ലെ, നമ്മൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA നമ്മൾ ഡീനേച്ചർ ചെയ്യും. അപ് ടു വാട്ട് ടെമ്പറേച്ചർ ഒന്ന് മക്കൾ പറഞ്ഞേ, എത്ര ടെമ്പറേച്ചർ വരെ നമുക്ക് യൂസ് ചെയ്യാം ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മുടെ DNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റാൻ, ഡീനേച്ചർ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തു? ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്തു അല്ലെ. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ പ്രൈമേഴ്സിനെ ഇട്ട് കൊടുക്കും. പ്രൈമേഴ്സ് ആർ നത്തിങ് ബട്ട് ഒളിഗോന്യൂക്ലിയോടൈഡ്സ് ആണ്, ചെറിയ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആണ് who have complementarity to this DNA, isn't it? Above 90 degree, very good. അപ്പം അതിനെയാണ് നമ്മൾ ഡീനേച്ചറേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഹൈ ടെമ്പറേച്ചർ DNA ഡീനേച്ചർ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ പ്രൈമർ പോയിട്ട് അതിലിങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് അറ്റാച്ച് ചെയ്യും, isn't it? അവർക്ക് കോംപ്ലിമെന്റാരിറ്റി ഉള്ള റീജിയൻസിൽ പോയി അറ്റാച്ച് ചെയ്യും. അതിനുശേഷം എന്താ ചെയ്യുന്നത്? എക്സ്റ്റെൻഷൻ. അപ്പം ടെമ്പറേച്ചർ കുറച്ച് കുറയും, വീണ്ടും നമ്മൾ ടെമ്പറേച്ചർ കൂട്ടും അല്ലേ മക്കളെ? യെസ്. അപ്പം അവരിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് they became another double stranded DNA ബേസ് പെയറിംഗ് ഒക്കെ ചെയ്തിട്ട് അല്ലെ. അങ്ങനെ വി ഗെറ്റ് എത്ര ബില്യൺസ് ഓഫ് കോപ്പീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ഫസ്റ്റ് നടക്കുന്നത് ഡീനേച്ചറേഷൻ, പിന്നെ നടക്കുന്നത് അനീലിംഗ്, പിന്നെ നടക്കുന്നത് എക്സ്റ്റെൻഷൻ. സോ ഓപ്ഷൻ 4 ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 17 ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. ആൻഡ് നൗ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് 2018 നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള ചാപ്റ്റർ ആണ്, പക്ഷെ നമുക്ക് ഒരൊറ്റ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. ബയോടെക് പ്രിൻസിപ്പിൾസ് നമുക്ക് ഒരൊറ്റ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാലടാ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്കിപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കിട്ടി. അപ്പോൾ അതൊരു എന്താ പറയുക, ഒരു എൻസൈം ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കെമിക്കൽ ആവാം. അതിനെ നമ്മൾ മാർക്കറ്റിലേക്ക് കൊടുക്കുമ്പോൾ ഡോക്ടർ ഗുലാബി നമ്മൾ ആളുകൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഹ്യൂമൻ കൺസംഷന് വേണ്ടി നമ്മൾ ടോക്സിസിറ്റി ടെസ്റ്റിംഗ് ചെയ്യണം അല്ലേ. നമ്മൾ ബയോടെക്കിൽ ഇതിൽ പഠിച്ചിട്ടില്ലേ? ബയോ എത്തിക്സ്, ബയോഎത്തിക്സിൽ ആനിമൽ ടെസ്റ്റിങ്ങിന്റെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാൻസിനെ പഠിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഹ്യൂമൻ കൺസംഷൻ ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് അതേ ഫോമിൽ തന്നെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റില്ല. അതിൽ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യണം, ഫ്ലേവറിങ് ഏജൻസ്, ടേസ്റ്റ്, കളർ, ഇതൊക്കെ ആഡ് ചെയ്യണം. അപ്പൊ അതിനെയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് കേട്ടോ. യെസ്. എന്നിട്ട് മാത്രമേ ആ പ്രൊഡക്റ്റ് ഇങ്ങോട്ടേക്ക് എത്തുള്ളൂ, മാർക്കറ്റിലേക്ക് എത്തുകയുള്ളൂ. യെസ്. ഓക്കെ. മിസ് മോഡ്യൂൾ ടെസ്റ്റിൽ 29 cycle give how many copy? Okay, നമുക്ക് നോക്കാം. മിസ് ആ ക്വസ്റ്റ്യൻ നോക്കട്ടെ, ഞാൻ കണ്ടിട്ടില്ല. I'll check the question. Okay. Yes. Now, the following statement describe the characteristic of the enzyme restriction endonuclease. Identify the incorrect statement. തെറ്റ് എന്താണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. The enzyme recognizes specific palindromic nucleotide sequence in the DNA. അത് കറക്റ്റ് ആണല്ലോ. യെസ്. പിന്നെ എന്താണ്? Enzyme cuts the DNA molecule at an identified position within the DNA. അതും കറക്റ്റ് ആണല്ലോ. The enzyme binds the DNA at specific sites and cuts only one of the root strands. അത് തെറ്റാണ്. The enzyme cuts the sugar phosphate backbone at specific sites on each strand. അതും കറക്റ്റ് ആണ്. അപ്പം only one strandനെ മാത്രമേ കട്ട് ചെയ്യുള്ളൂ എന്ന് പറയുന്നത് തെറ്റല്ലേടാ. ഒരു സ്ട്രാൻഡിനെ മാത്രമല്ല, 2 സ്ട്രാൻഡിനെയും കട്ട് ചെയ്യും അല്ലെ. സ്പെസിഫിക് പൊസിഷൻസ് 2 സ്ട്രാൻഡിനെയും കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് സ്റ്റിക്കി എൻഡ്സ് ഒക്കെ കിട്ടുന്നത്. യെസ്. സോ 18th ക്വസ്റ്റ്യന്റെ ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ് ഇതിലെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. 2019 നമുക്ക് അതേപോലെ 2 ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുള്ളൂ.
DNA precipitation out of a mixture of biomolecules can be achieved by the treatment with chilled chloroform, isopropanol, chilled ethanol, methanol at room temperature. നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഫോറിൻ DNA നമ്മുടെ ടാർഗറ്റ് സെല്ലിൽ നിന്ന് പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ DNA ഐസൊലേറ്റ് ചെയ്യണം. അത് നമ്മൾ ആദ്യം ഹൈഡ്രോലൈറ്റിക് എൻസൈംസിനെ യൂസ് ചെയ്തിട്ട് പ്രോട്ടിയേറ്റ്സസിനെ അല്ലെ പെക്റ്റിനേസസിനെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിനൊക്കെ ഇട്ട് കൊടുത്തിട്ട് സെല്ലുലേസിനെ ഒക്കെ ഇട്ട് കൊടുത്ത് സെൽ വാളൊക്കെ ബ്രേക്ക് ചെയ്ത് അല്ലെ പതുക്കെ DNA മാത്രം പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പോൾ DNA അതിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിനെ നമ്മൾ എന്താ പറയുക? ചിൽഡ് എത്തനോൾ ഒഴിക്കുന്ന മെത്തേഡിന് ഒരു പേരുണ്ട്. എന്താണത്? സ്പൂളിംഗ് എന്ന് പറയും അല്ലെ. സ്പൂളിംഗ് എന്ന് പറയും. നമ്മൾ ചിൽഡ് എത്തനോൾ ഒഴിച്ചു കഴിയുമ്പോൾ DNA ഒരു ത്രെഡ് പോലെ ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിനെ നമ്മൾ ഒഴിക്കുന്നത് എന്താണ്? ചിൽഡ് എത്തനോൾ ആണ് അല്ലെ. 19th ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, ചിൽഡ് എത്തനോൾ. യെസ്, ഓക്കെ. ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സ്പൂളിംഗ്. യെസ്, ഗ്രേറ്റ്. നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ഇയർ. നമ്മൾ അങ്ങനെ നമ്മുടെ കോവിഡ് വർഷത്തിലേക്ക് എത്തി, 2020 അല്ലെ. In gel electrophoresis, separated DNA fragments can be visualized with the help of acetocarmine in UV radiation, ethidium bromide in infrared radiation. ഇതൊക്കെ തെറ്റാണ്. acetocarmine in bright blue light തെറ്റാണ്. ethidium bromide in UV radiation because UV ലൈറ്റിനെയാണ് ഇതിന് ethidium bromideന് റിസീവ് ചെയ്യാൻ പറ്റുക ആൻഡ് എന്താ പറയുക നമുക്ക് DNA കളർ ഫോം ചെയ്യാൻ പറ്റുക ആൻഡ് ബ്രൈറ്റ് ബാൻഡ്സ് ആയിട്ട് കാണാൻ പറ്റുക. യെസ്, വെരി ലോ ലൈക്ക് -degrees ആയിരിക്കും. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രസിപ്പിറ്റേഷൻ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അത് വീണ്ടും ഇറ്റ് വിൽ നോട്ട് കം ഔട്ട്, ലൈക്ക് ഇറ്റ് വിൽ നോട്ട് റിയാക്ട്. സോ so 20th question, the correct answer is option D. Let's go to the next question. Identify the wrong statement with regard to restriction enzymes. They are useful in genetic engineering. വളരെ കറക്റ്റ് ആണ്. Sticky ends can be joined by using ligases. വളരെ ശരിയാണ്. Each restriction enzyme functions by inspecting the length of the DNA sequence. ഇത് കറക്റ്റ് ആണോ? Each restriction enzyme functions by inspecting the length of the DNA sequence. അത് തെറ്റല്ലേ? യെസ്, ആ ലെങ്തിനെ ഇൻസ്പെക്ട് ചെയ്തിട്ടാണോടാ ഇവർ ഫംഗ്ഷൻ ചെയ്യുന്നത്? അത് തെറ്റാണ് അല്ലെ. ബിക്കോസ് ദേ ഡോണ്ട് ഫംഗ്ഷൻ ബൈ ഇൻസ്പെക്ടിങ് ദ ലെങ്ത് ഓഫ് ദ DNA സീക്വൻസ്. ബിക്കോസ് അവർക്ക് എല്ലാവർക്കും ഒരു റെക്കഗ്നീഷൻ സൈറ്റ് ഉണ്ട്. അതിനെ നമ്മൾ പറയാം പാലിൻഡ്രോമിക് സൈറ്റ് എന്നാണ്. ആ സൈറ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് അവിടെ പോയിട്ടാണ് ഇവർ കട്ട് ചെയ്യുന്നത്. സോ ദേ ഡോണ്ട് ഇൻസ്പെക്ട് ദ ലെങ്ത് ഓഫ് ദ DNA സീക്വൻസ്. ദേ കട്ട് ദ സ്ട്രാൻഡ് ഓഫ് ദ DNA at palindromic sites. അത് കറക്റ്റ് ആണ്. സോ 21st ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. I hope it's clear to everybody. Next question. The specific palindromic sequence which is recognized by EcoR1 is. It's a palindrome. എല്ലാവർക്കും അറിയാം. GAATTC CTTAAG. 5' to 3' GAATTC, 3' to 5' CTTAAG ആണ് വരുന്നത്. യെസ്, കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. അപ്പം ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെ. യെസ്, നമുക്കറിയാം വാട്ട് ഇസ് എ പാലിൻഡ്രോം? ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് DNA which is read the same like when the orientation of reading is kept the same. Orientation of reading is kept different ആണോ orientation of reading is kept same ആണോ? ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. അതായത് രണ്ട് സൈഡിലും നമ്മൾ 5' to 3' വായിക്കുമ്പോൾ ഇറ്റ് ഷുഡ് റീഡ് ആസ് വാട്ട് ചിൽഡ്രൻ? രണ്ട് സ്ട്രാൻഡിലും വെൻ യു റീഡ് ഫ്രം 5' to 3' ഇറ്റ് ഷുഡ് റീഡ് ആസ് GAATTC. സോ ദ ഓറിയന്റേഷൻ ഓഫ് റീഡിംഗ് ഇസ് കെപ്റ്റ് ദ സെയിം അല്ലെ. 5' to 3' നമ്മൾ വായിക്കുമ്പോഴും അത് GAATTC ആണ്. താഴത്തെ സ്ട്രാൻഡിലും നമ്മൾ 5' to 3' വായിക്കുമ്പോൾ 5' to 3' വായിക്കുമ്പോൾ അത് GAATTC ആണ്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ തെറ്റിക്കരുത്. ഓറിയന്റേഷൻ ഓഫ് റീഡിംഗ് ഷുഡ് ബി കെപ്റ്റ് ദ സെയിം. ഓക്കെ, next question. The sequence that controls the copy number of the linked DNA in the vector is termed as palindromic sequence, recognition sequence, selectable marker, or resite. എന്താണ് മക്കളെ? അതായത് കോപ്പി നമ്പർ കൺട്രോൾ ചെയ്യുന്നത് സീക്വൻസ് ദാറ്റ് കൺട്രോൾസ് എ കോപ്പി നമ്പർ ഓഫ് ലിങ്ക് DNA ഇൻ എ വെക്ടർ. ഒരു പ്ലാസ്മിഡില് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ പല കാര്യങ്ങളുണ്ട്. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓറി സൈറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ PBRലൊക്കെ ROP ഉണ്ട്, പ്രോട്ടീൻസ് ദാറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ റെപ്ലിക്കേഷൻ ഓഫ് ദ പ്ലാസ്മിഡ് ഉണ്ട്. സെലക്റ്റബിൾ മാർക്കേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ റെക്കഗ്നിഷൻ സൈറ്റ്സ് ഫോർ മൾട്ടിപ്പിൾ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ട്. യെസ്, അപ്പോൾ ഓറി സൈറ്റ് എന്ന് പറയുന്നത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ്. മാം, മൈ നെയിം ഇസ് ഓൾസോ പാലിൻഡ്രോം. അഫീഫ, ഓ കറക്റ്റ് അല്ലേ? യെസ്. അപ്പൊ ഗുലാബി എന്നുള്ളതോ? അപ്പൊ ഗുലാബി ആരാ? യെസ്, ഇത്ര നേരം അപ്പൊ ഞാൻ അഫീഫേനെയാണോ ഗുലാബി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്? ഓ മൈ ഗോഡ്. ഓക്കെ, സോ
മക്കൾ നോക്കിക്കേ, ദാറ്റ്സ് നൈസ് ഡാ. അപ്പൊ നീ ഒരിക്കലും പാലിൻഡ്രോം മറക്കൂലല്ലോ. യെസ്, പാലിൻഡ്രോമിക് സീക്വൻസ് ആണോ കോപ്പി നമ്പർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? ഒരു പ്ലാസ്മിഡ് എത്ര റെപ്ലിക്കേറ്റ് ചെയ്യണം, എത്ര കോപ്പി ഉണ്ടാക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഏത് സീക്വൻസ് ആണ്? റെക്കഗ്നീഷൻ സീക്വൻസ് അല്ല, സെലക്ടബിൾ മാർക്കർ അല്ല, ഓറീസൈറ്റ്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഇവരാണ് ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്ത് കോപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും എത്ര കോപ്പി ഉണ്ടാക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നതും. Correct? So, oocyte ആണ് അല്ലേ? 23rd question ആൻസർ is option D. We are moving to the next question. Choose the correct pair from the following. Nucleases separate the two strands of the DNA. കറക്റ്റ് പെയർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. തെറ്റാണ്. ന്യൂക്ലിയേസസ് DNA സ്ട്രാൻഡ്സിനെ സെപ്പറേറ്റ് ചെയ്യല്ല ചെയ്യുന്നത്. എക്സോന്യൂക്ലിയേസസ് മേക്സ് കട്ട് അറ്റ് സ്പെസിഫിക് പൊസിഷൻസ് വിത്തിൻ ദ DNA. നോ, ഔട്ട്സൈഡ് ദ DNA ആണ് അവർ കട്ട്സ് ഉണ്ടാക്കുന്നത് അല്ലേ? യെസ്, ലൈഗേസസ് ജോയിൻ ദ ടു DNA മോളിക്യൂൾസ്. ഇത് കറക്റ്റ് ആണ്, അവരുടെ ജോബാണിത്. പോളിമറൈസസ് ബ്രേക്ക് ദ DNA ഇൻടു ഫ്രാഗ്മെന്റ്സ്. ഇതും തെറ്റാണ് അല്ലെ? DNA ഫ്രാഗ്മെന്റ്സ് ആയിട്ട് കട്ട് എന്നുള്ളത് തെറ്റാണ്. സോ ലൈഗേസസ് ദേ ജോയിൻ ദ ടു DNA മോളിക്യൂൾ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. 24th ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. നൗ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. During the purification process for recombinant DNA technology, addition of chilled ethanol precipitate out histones, polysaccharides, RNA, DNA. എന്താണ് ചിൽഡ് എത്തനോൾ? എന്തിനെയാണ് പ്രസിപ്പിറ്റേറ്റ് ഔട്ട് ചെയ്യുന്നത്? അഡീഷൻ ഓഫ് ചിൽഡ് എത്തനോൾ പ്രസിപ്പിറ്റേറ്റ്സ് ഔട്ട് ദ DNA. സ്പൂളിംഗ് എന്നാണ് നമ്മൾ ആ പ്രോസസ്സിന് പറയുന്നത്. നമ്മളിപ്പോൾ ചെയ്തേ ഉള്ളൂ. നമ്മൾ 2021 എത്തിട്ടോ. നമ്മൾ 2021 ഓക്കെ, അപ്പൊ 2020 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻ PCR? സിമിലർ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലെ, മുമ്പും വന്നിട്ടുണ്ട്. അപ്പൊ PCR സ്റ്റെപ്സ് കറക്റ്റ് സീക്വൻസ് എന്താണ്? ഡീനേച്ചറേഷൻ ആൻഡ് ദെൻ വി ഹാവ് അനീലിംഗ് ആൻഡ് ദെൻ വി ഹാവ് എക്സ്റ്റൻഷൻ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണിത് അല്ലെ? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഡീനേച്ചറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. എനി ഡൗട്ട്സ്, എനി കൺഫ്യൂഷൻ സ്റ്റിൽ ഹിയർ? നമ്മൾ ഇനി 2021 എത്തി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. നൗ വി ആർ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കുറെ പേർക്കൊക്കെ കൺഫ്യൂഷൻ വന്നൊരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഈ ക്വസ്റ്റ്യൻ മക്കൾ മുമ്പ് ചെയ്തിട്ടുണ്ടോ? പ്ലാസ്മിഡ് PBr 322 ഹാസ് എ PST1 restriction enzyme site within the gene ampicillin resistant that confers ampicillin resistance. If this enzyme is used for inserting a gene for beta-galactose production and the recombinant plasmid is inserted in an E. coli strain, അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് it will lead to the lysis of the host cells. It will be able to produce a novel protein with dual abilities. It will not be able to confer ampicillin resistance to the host cell. The transformed cells will have ability to resist ampicillin as well as produce beta-galactoses. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ വലിയ ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ എന്ത് പറ്റും? എൻ്റെ ഫ്യൂച്ചർ ഡോക്ടേഴ്സിന് ടെൻഷൻ വരും അല്ലേ? വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എൻ്റെ ഫ്യൂച്ചർ ഡോക്ടേഴ്സിന് ടെൻഷൻ വരും. അപ്പോൾ വിചാരിക്കും, അയ്യോ ഇതെനിക്ക് അറിയില്ലല്ലോ, ഞാൻ തെറ്റിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തെറ്റിക്കും. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? ശ്രദ്ധിക്കുക. ആൽഫ കുട്ടി, ഡോക്ടർ നിമിഷ ഒക്കെ ശ്രദ്ധിക്കുക. അതായത് ഇത് നമ്മുടെ PBr 322 ആണ്. ഇവർക്ക് നമുക്കറിയാം എന്താണ് സെലക്ടബിൾ മാർക്കേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? ഇതിനൊരു ആംപിസിലിൻ സൈറ്റ് ഉണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ ആംപിസിലിൻ സൈറ്റ് എന്ന് വിചാരിക്കുക. ശ്രദ്ധിച്ച എല്ലാവരും മിസ് പറയണത് ശ്രദ്ധിച്ച് കേക്ക്. ഇവർക്കൊരു ആംപിസിലിൻ സൈറ്റ് ഉണ്ടടാ. ഇവർ പറയുന്നത് ഇവിടെയാണ് വിത്തിൻ എ ജീൻ. അപ്പൊ PST1 ഇരിക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇവിടെ ആംപിസിലിൻ സൈറ്റിലാണ്. ഫസ്റ്റ് ടൈം ആണ് ഈ ക്വസ്റ്റ്യൻ കാണുന്നത്. ഓക്കെ, ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ശ്രദ്ധിച്ചേക്കാം. ഇതാണ് ഇവിടെ ആംപിസിലിൻ റെസിസ്റ്റൻസ് സൈറ്റ്. അവിടെയാണ് PST1 ഇരിക്കുന്നത്. അവർ പറയുന്നത് എന്താണ്? ഈ എൻസൈമിനെ വെച്ചിട്ട് ഇവർ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻസേർട്ടിംഗ് ദ ജീൻ ഫോർ ബീറ്റ-ഗാലക്ടോസേസ് പ്രൊഡക്ഷൻ ആൻഡ് ദ റീകോംബിനന്റ് പ്ലാസ്മിഡ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ആൻ E. coli strain. അപ്പൊ ഇവർ പറയുന്നത് ഇവിടെ ഇവർ എന്ത് കൊണ്ടിട്ടു? ഈ സൈറ്റിൽ കൊണ്ടുപോയിട്ട് ബീറ്റ-ഗാലക്ടോസിഡേസ് എൻസൈമിനെ ഫോം ചെയ്യുന്ന ജീനെ കൊണ്ടിട്ടു. ഓക്കെ, യെസ്. അപ്പൊ ഇതെന്തായി? ഇതൊരു റീകോമിനന്റ് ആയി. കാരണം പുറത്തുനിന്നുള്ള ഒരു ജീനെ കൊണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ. ഇതൊരു റീകോമിനന്റ് പ്ലാസ്മിഡ് ആയി. യെസ്. നമ്മൾ എന്നിട്ട് ഇവർ പറയുന്നത്, അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇതിനെ കൊണ്ടിട്ടത് ആംപിസിലിൻ സൈറ്റിലല്ലേ? യെസ്. അപ്പൊ ആംപിസിലിൻ റെസിസ്റ്റൻസ് എന്തായി? ആംപിസിലിൻ ജീൻ എന്തായി? ഇനാക്ടിവേറ്റ് ആയില്ലേ? കാരണം നമ്മള് ഈ PST1 ഇവിടെ ഉള്ളത് കൊണ്ട് PST1 ആണ് ഇതിനെ ഇവിടെ കട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ PST1 റെക്കഗ്നിഷൻ സൈറ്റിലാണ് കൊണ്ടുപോയിട്ട് ബീറ്റ-ഗാലക്ടോസിനെ ഇട്ടത്. അപ്പൊ ആംപിസിലിൻ റെസിസ്റ്റൻസ് ഇല്ലാണ്ടായി. ഇനി ഇവർ പറയുന്നത് എന്താ? ഇതിനെ നമ്മൾ കൊണ്ടുപോയിട്ട്
ഒരു ഹോസ്റ്റ് സെല്ലിന്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുത്തു. അപ്പൊ ഹോസ്റ്റ് സെല്ലിനെ എന്നിട്ട് നമ്മൾ ഒരു ആംപിസിലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ വളർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ടെട്രാസൈക്ലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ വളർത്തുകയാണെങ്കിൽ ഇത് എന്താ ചെയ്യുന്നതെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. സോ ഓൾറെഡി ഇറ്റ് ഡസൻ ഹാവ് ആംപിസിലിൻ റെസിസ്റ്റൻസ്. അപ്പം ആംപിസിലിൻ ഉള്ള മീഡിയത്തിൽ ഇതിന് വളരാൻ പറ്റുമോ? ഇല്ല, ആ ജീൻ ഇനാക്ടിവേറ്റഡ് അല്ലേ. സോ ഇറ്റ് വിൽ ലീഡ് ടു ദ ലൈസിസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത് തെറ്റാണ്. ഹോസ്റ്റലിനെ കൊല്ലത്തൊന്നുമില്ല അല്ലെ, ഹോസ്റ്റലിന്റെ ലൈസിസിനൊന്നും ഇത് ഇതാക്കില്ല. ഇറ്റ് വിൽ ബി ഏബിൾ ടു പ്രൊഡ്യൂസ് എ നോവൽ പ്രോട്ടീൻ വിത്ത് ഡ്യുവൽ എബിലിറ്റീസ്. നോവൽ പ്രോട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ആരും കണ്ടുപിടിക്കാത്ത ഒരു പുതിയ ഒരു വെറൈറ്റി പ്രോട്ടീൻ. ഓക്കെ, യെസ്, നോവൽ പ്രോട്ടീൻ എന്ന് വെച്ചാൽ ഇതുവരെ ആരും ചെയ്യാത്ത കണ്ടുപിടിക്കാത്ത ഒരു പുതിയ പ്രോട്ടീൻ. അതിനാണ് നമ്മൾ നോവൽ പ്രോട്ടീൻ വിത്ത് ഡ്യുവൽ എബിലിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഉണ്ടോ? ഇല്ല, നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു കോൺഫർ ആംപിസിലിൻ റെസിസ്റ്റൻസ് ടു ദ ഹോസ്റ്റ് സെൽ. അത് ശരിയല്ലേ? അല്ലേ, ഇവർക്ക് ആ കഴിവുണ്ടോ? ഒപ്പം പറ മക്കളെ, ഡു ദേ ഹാവ് ആംപിസിലിൻ ജീൻ ആക്റ്റീവ് നൗ? ഇറ്റ് ഈസ് ഇനാക്ടിവേറ്റഡ്. കറക്റ്റ്, ഇൻസർഷൻ ഇനാക്ടിവേഷൻ ആണ്. വെരി ഗുഡ് ചിത്ര നോയൽ. കാരണം നമ്മൾ PST1 സൈറ്റിൽ കൊണ്ടുപോയിട്ട് ഇതിനെ ഇട്ടു, ബീറ്റ ഗാലക്ടോസിനെ ഇട്ടു. സോ ഇൻസർഷൻ ഇനാക്ടിവേഷൻ അല്ലേ ഇവിടെ നടന്നത്? യെസ്, സോ ദേ ഡോണ്ട് ഹാവ് ആംപിസിലിൻ റെസിസ്റ്റൻസ്. അപ്പോൾ ആംപിസിലിൻ ഉള്ള ഒരു മീഡിയത്തിൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല. സോ ഓപ്ഷൻ സി ആണ് വരിക. The transformed cells will have ability to resist ampicillin as well as produce beta galactoses. തെറ്റാണ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവർക്ക് ആംപിസിലിൻ ഉള്ള മീഡിയത്തിൽ വളരാൻ പറ്റില്ല. പക്ഷെ സപ്പോസ് ഇവർക്ക് ഇവിടെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ PBr322 അല്ലേ? അപ്പൊ നമ്മൾ ഇവരെ ഒരു ടെട്രാസൈക്ലിൻ, എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടെ മക്കളെ, ശ്രദ്ധിച്ച് കേട്ടെ, ഇവരെ ഒരു ടെട്രാസൈക്ലിൻ കണ്ടെയ്നിങ് മീഡിയത്തിൽ നമ്മൾ വളർത്തിയെന്ന് വിചാരിക്കാം. ഇതൊരു കൾച്ചർ മീഡിയ ആണ്. ഇതിൽ എന്തുണ്ട്? ടെട്രാസൈക്ലിൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ടെട്രാസൈക്ലിനിൽ ഇവർ വളരുമല്ലോ, ദേ വിൽ മൾട്ടിപ്ലൈ. ഏത് കളർ കോളനീസ് ആയിരിക്കും ഇവർ ഫോം ചെയ്യുക? കളർ ഉള്ള കോളനീസ് ആയിരിക്കോ കളർലെസ് കോളനീസ് ആയിരിക്കോ? ടെൽ മീ. അവർ കളർ ഉള്ള ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ ഇവർക്ക് വളരാൻ പറ്റും. കളർ ഉള്ള കോളനീസ് ആയിരിക്കോ ഫോം ചെയ്യുക? കളർ ഇല്ലാത്ത കോളനീസ് ആണോ ഫോം ചെയ്യുക? ഹു വിൽ ടെൽ മീ? മാം, ലൈസിസും പോസിബിൾ അല്ലേ? നമ്മൾ ആന്റിബയോട്ടിക് യൂസ് ചെയ്യുന്നത് ബാക്ടീരിയനെ കൊല്ലാൻ അല്ലേ? യെസ്, നമ്മൾ യൂസ് ചെയ്യുന്നത് ബാക്ടീരിയനെ കൊല്ലാനാണ്. പക്ഷെ ഇവർ ക്വസ്റ്റ്യനിൽ വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കുന്നത് എന്താണ്? ആൻഡ് ദ റീകോംബിനന്റ് പ്ലാസിഡ് ഈസ് ഇൻസർട്ടഡ് ടു ആൻ ഈക്കോളൈ സ്ട്രെയിൻ ആൻഡ് ഈക്കോളൈ സെല്ലിന് എന്താണ് സംഭവിക്കുക? ഈക്കോളൈ സെല്ലിനെ നമ്മൾ പല രീതിയിൽ വളർത്തുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. ബിക്കോസ് ഡ്യൂ ടു ദ ഇൻസർഷൻ ഓഫ് ദിസ് ജീൻ. യെസ്, കളർലെസ് കോളനീസ് ആണോ ഫോം ചെയ്യുക? അതെന്താടാ? ടെട്രാസൈക്ലിനല്ലേ വളർത്തുന്നത്? നമ്മൾ ബീറ്റ ഗാലക്ടോസിനെ സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ കൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ലേ? അപ്പോ ബീറ്റ ഗാലക്ടോസിസ് എക്സ്പ്രസ്ഡ് ആവൂലേ? ബീറ്റ ഗാലക്ടോസിസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ദേ ഫോം കളർഫുൾ കോളനീസ് അല്ലേ? കോൺസെപ്റ്റ് മനസ്സിലായില്ല? കളർഫുൾ കോളനീസ് അല്ലേ ഫോം ചെയ്യുക? ബിക്കോസ് ഈ ജീനിനെ കൊണ്ട് നമ്മൾ ആംപിസിലിന്റെ സൈറ്റിൽ ഇട്ട് കൊടുത്തില്ലേ? യെസ്, അതവിടെ എക്സ്പ്രസ്ഡ് ആയി. അവര് ഇൻസർഷൻ ഇനാക്ടിവേഷൻ നടന്നത് ആർക്കാ ഇവിടെ നടന്നത്? ഇനാക്ടിവേഷൻ നടന്നത് ആർക്കാ? ആംപിസിലിനാ. ബീറ്റ ഗാലക്ടോസിന് അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. നമ്മള് ജനറ്റിക്, ഇത് ക്വസ്റ്റ്യൻ ഡിഫറെന്റാ. ജനറ്റിക് എഞ്ചിനീയറിംഗിൽ നമ്മൾ പഠിക്കുന്നത് എന്താ? യെസ്, നമ്മൾ ആംപിസിലിന്റെ സൈറ്റിൽ കൊണ്ടുപോയി ബീറ്റ ഗാലക്ടോസിനെ ഇട്ടിട്ടുണ്ട്. അവിടെ കൊണ്ട് നമ്മുടെ ഫോറിൻ DNA ഇടുമ്പോൾ എന്ത് പറ്റും? ഇൻസർഷണൽ ഇനാക്ടിവേഷൻ നടക്കും. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോംഡ് സെൽസ് വിത്ത് റീകോംബിനന്റ് DNA ആണെങ്കിൽ കളർലെസ് കോളനീസ് ആയിരിക്കും കിട്ടുക. കാരണം ബീറ്റ ഗാലക്ടോസിസ് അവിടെ ഫോം ചെയ്തിട്ടില്ല. ബീറ്റ ഗാലക്ടോസിസ് ജീൻ അവിടെ എക്സ്പ്രസ്ഡ് ആയിട്ടില്ല. പക്ഷെ ഈ ക്വസ്റ്റ്യന്റെ കേസിൽ അങ്ങനെയാണോ? പറഞ്ഞേ മക്കളെ, ഈ ക്വസ്റ്റ്യന്റെ കേസിൽ അങ്ങനെയാണോ? ആംപിസിലിനിൽ അവർക്ക് വളരാൻ പറ്റില്ല. ബിക്കോസ് ദേ ആർ സെൻസിറ്റീവ് ടു ആംപിസിലിൻ. ആംപിസിലിൻ ജീൻ ഇനാക്ടിവേറ്റഡ് ആയി ഡ്യൂ ടു ഇൻസർഷണൽ ഇനാക്ടിവേഷൻ. പക്ഷെ ഇവിടെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത് ബീറ്റ ഗാലക്ടോസിസ് ജീനാണ്. അപ്പൊ ബീറ്റ ഗാലക്ടോസിസ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. കളർ ഫോം ചെയ്യാൻ ഇവർക്ക് പറ്റും. അപ്പൊ നമ്മൾ ഇവരെ ഒരു ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ കൊണ്ട് വളർത്തുമ്പോൾ ബീറ്റ ഗാലക്ടോസിസ് ജീൻ എക്സ്പ്രസ്ഡ് ആവില്ലേ? അപ്പൊ ഒരു ബ്ലൂ കളർ കോളനീസ് അല്ലേ ഫോം ചെയ്യാ? യെസ്, മനസ്സിലായോ? ഡോക്ടർ നിമിഷയ്ക്ക് ഇപ്പൊ മനസ്സിലായോ? യെസ്, ആൽഫയ്ക്ക് മനസ്സിലായോ? സിമ്പിൾ അല്ലേ? സിമ്പിൾ കോൺസെപ്റ്റ് അല്ലേ? യെസ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ട്രിക്കി ക്വസ്റ്റ്യൻസ് വരാം അല്ലെ? ഈ ക്വസ്റ്റ്യൻ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് അവർ ഒരു സെന്റൻസും കൂടി ചോദിച്ചു. ദ സെയിം സെൽസ് ആർ കൾച്ചേർഡ് ഇൻ എ മീഡിയം കണ്ടെയ്നിങ് ടെട്രാസൈക്ലിൻ. Will they produce color or colorless colonies? What will be the color of the colony എന്ന് ചോദിച്ചാൽ you should be able to answer. കോൺസെപ്റ്റ് മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ബയോടെക് പ്രിൻസിപ്പിൾസിൽ പഠിച്ച ഇൻസർഷൻ ഇനാക്ടിവേഷനിൽ ഒരു ടെട്രാസൈക്ലിന്റെ സൈറ്റിൽ അല്ലെ, അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ബീറ്റ ഗാലക്ടോസിനെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ബീറ്റ ഗാലക്ടോസിന്റെ ജീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്കാണ് ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുന്നത്. സോ
യാ സിമ്പിൾ ബട്ട് ട്വിസ്റ്റഡ് ബട്ട് വെരി കോൺസെപ്റ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ച് ആലോചിക്കേണ്ടതേ ഉള്ളൂ. യെസ്, ഓക്കെ. അപ്പോൾ അവർ പറയുന്നത് അവിടെ ഇൻസേർഷൻ ഇനാക്ടിവേഷൻ ഉദ്ദേശിക്കുന്നത് ഡ്യൂ ടു ദ ഇൻസേർഷൻ ഓഫ് ദ ഫോറിൻ DNA ദ ബീറ്റാ ഗാലക്ടോസ്റ്റേസ് ജീൻ ഇസ് ഇനാക്ടിവേറ്റഡ് ആൻഡ് ഓൾറെഡി ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസും അവർക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യന്റെ കേസ് അതല്ല, ഇറ്റ്സ് എ ഡിഫറെന്റ് കേസ്. അപ്പം ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യാം. യെസ്, എത്ര പേര് ഈ ക്വസ്റ്റ്യൻ ശരിയാക്കി? ആദ്യം ഞാൻ ഇട്ടപ്പോൾ നോക്കട്ടെ. ഇപ്പൊ ഇനി ഡിലീറ്റ് ആക്കാൻ പറ്റൂല കേട്ടാ, എല്ലാം തെറ്റിച്ച്. സി ആണോന്ന് ആൽഫ ചോദിച്ചു. യാ, അപ്പം ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? യെസ്, ആപ്പിൽ ഇത് കാണുന്ന മക്കൾക്കൊക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആപ്പിൽ ആരും ഡൗട്ട് ഒന്നും ചോദിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. During the process of gene amplification using PCR, very high temperature is not maintained in the beginning. Then, which of the following step in PCR will be affected first? അതായത് ഈ PCR സമയത്ത് വെരി ഹൈ ടെമ്പറേച്ചർ കൊടുക്കുന്നില്ല നമ്മൾ, ഓക്കെ, മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പൊ ഏത് സ്റ്റെപ്പാണ് എഫക്റ്റഡ് ആവുക? ഡീനേച്ചറേഷൻ, ലൈഗേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ, ഏത് സ്റ്റേജ് ആണ്? യെസ്, സക്സസ്ഫുള്ളി. പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലായില്ലേ? ആ ക്വസ്റ്റ്യന്റെ കേസ് മനസ്സിലായോ? ഇനി ഒന്നും കൂടി മിസ് പറഞ്ഞു തരണോ? ഒന്നും കൂടെ പറഞ്ഞു തരണോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ജീൻ ആംപ്ലിഫിക്കേഷൻ യൂസിംഗ് PCR, very high temperature is not maintained in the beginning. Then which of the following step in PCR will be affected first? Yes, ഡീനേച്ചറേഷൻ അല്ലേ എഫക്റ്റഡ് ആവുക, കാരണം അതല്ലേ ഫസ്റ്റ് സ്റ്റെപ്പ്, DNA സെപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റേജ്. യെസ്, അപ്പം ഒരു 95 to 98 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ഹീറ്റ് ചെയ്യുക, എന്നാൽ മാത്രമാണ് DNA രണ്ട് സ്ട്രാൻഡ്സും സെപ്പറേറ്റ് ആവുക, അല്ലേ? ഇപ്പം അതായത് അവിടെ എന്താ സംഭവിക്കുന്നത്? ഹൈഡ്രജൻ ബോണ്ട്സ് ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇസ്ന്റ് ഇറ്റ്? യെസ്, അപ്പം നമ്മൾ ഹൈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യില്ല, അത് അവർ അങ്ങനെ തന്നെ നിൽക്കും. കറക്റ്റ്. അപ്പം അത്രയും ഹീറ്റ് കൊടുക്കുമ്പോഴാണ് ആ ബോണ്ട് ബ്രേക്ക് ആയിട്ട് രണ്ട് സ്ട്രാൻഡ്സ് സെപ്പറേറ്റഡ് ആവുന്നത്. സോ ഡീനേച്ചറേഷൻ ആണ് നടക്കുക, അല്ലെ? ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. യെസ് എവ്രി വൺ. നെക്സ്റ്റ്, എ സ്പെസിഫിക് റെക്കഗ്നിഷൻ സീക്വൻസ് identified by the endonuclease to make cuts at specific positions within the DNA. യെസ് മാം, പക്ക ആണ്. തിളച്ച വെള്ളം ക്ലിയർ. ഓ മൈ ഗോഡ്, നമ്മൾ 2021 വരെ എത്തിയിട്ടുള്ളൂ, നമുക്ക് 2025 വരെ എത്താനുണ്ട്. വേഗം കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറയാം. Specific recognition sequence identified by endonuclease to make cuts at specific positions within the DNA is palindromic nucleotide sequence. Poly-A tail ഒന്നും നമ്മളിവിടെ പഠിക്കുന്നതല്ല, അല്ലേ? ഡീജനറേറ്റ് പ്രൈമർ സീക്വൻസ് അല്ല, ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് അല്ല. ഒക്കസാക്കിനൊക്കെ എവിടെയാ മക്കൾ പഠിച്ചത്? ഒന്ന് ഓർത്ത് നോക്കിക്കേ, നിങ്ങൾക്ക് അറിയാം, മോളിക്കുലർ ബേസിസിൽ പഠിക്കുന്നുണ്ട്. പാലിൻഡ്രോം ആണ്, അല്ലേ? അതായത് DNA കട്ട് ചെയ്യുന്ന സ്പെസിഫിക് സീക്വൻസ്, റെസ്ട്രിക്ഷൻ എൻസൈം പോയി കട്ട് ചെയ്യുന്ന സ്പെസിഫിക് സീക്വൻസിനെ നമ്മൾ പാലിൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആണ് പറയുക. ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ്, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അങ്ങനെ 2022, 2023 ഒക്കെ ഹിറ്റ് വർഷമാണ്. ബയോടെക് പ്രിൻസിപ്പിൾസിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, so let's start with NEET 2022. Okay, first question is an assertion-reason question. Yes, assertion is polymerase chain reaction is used in DNA amplification because the ampicillin-resistant gene is used as a selectable marker to check the transformation. എന്താടാ ഇത്? ഇവർ രണ്ടും തമ്മിലൊരു ഇതില്ലല്ലോ. യെസ്, വെരി ഗുഡ്. ലൈഗേറ്റിന്റെ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലേ? ലൈഗേസിന്റെ ബെസ്റ്റി. യെസ്, കറക്റ്റ്. ഒക്കസാക്കി. നൗ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഈസ് യൂസ്ഡ് ഇൻ DNA ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. യെസ്, കറക്റ്റ് ആൻസർ. അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ, ദ ആംപിസിലിൻ റെസിസ്റ്റൻസ് ജീൻ, യെസ്, യൂസ്ഡ് ആസ് എ സെലക്ടബിൾ മാർക്കർ ടു ചെക്ക് ദ ട്രാൻസ്ഫോർമൻസ്, അതും കറക്റ്റ് ആണ്. പക്ഷെ ഇവർ രണ്ട് തമ്മിൽ നോ കണക്ഷൻ ഹേ, ഇവർ വേറെ വേറെ ആൾക്കാരാണ്, അല്ലെ? സോ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ കറക്റ്റ്, ബട്ട് റീസൺ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേർഷൻ. ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ അല്ലേ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടു സ്റ്റേറ്റ്മെന്റ്സ് തരുന്നു, നമ്മളോട് ചോദിക്കുന്നത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ഓക്കെ, restriction endonucleases recognize the specific sequence to cut DNA known as palindromic nucleotide sequence. വളരെ ശരിയാണ്. Restriction endonuclease cut the DNA strand a little away from the center of the palindromic site. Little away from the center ആണ് അവർ കട്ട് ചെയ്യുന്നത്. NCRT ലൈൻ, അല്ലെ? ഡയറക്റ്റ് ആണ്. ഇതും കറക്റ്റ് ആണ്. ലിറ്റിൽ അവേ ഫ്രം ദ സെന്റർ ആയിട്ടാണ് അവർ കട്ട് ചെയ്യുന്നത്. രണ്ട് സ്ട്രാൻഡിലും കട്ട് ചെയ്യും. ബിറ്റ്വീൻ ഏത് രണ്ട് ബേസ് പെയർസിന്റെ ഇടയ്ക്കാണ് കട്ട് ചെയ്യുന്നത്? GAATTCയിൽ ഏത് രണ്ട് ബേസ് പെയറിന്റെ ഇടയ്ക്കായിരുന്നു കട്ട് ചെയ്യുന്നത്? രണ്ട് സ്ട്രാൻഡിലും. യെസ്,
Yes, both the statements are correct. Option D ആണ് correct answer. Next question. Which of the following is not the desirable feature of a cloning vector? ഒരു cloning vectorന്റെ desirable feature അല്ലാത്തത് ഏതാണ്? Presence of a marker gene, presence of single restriction enzyme site, presence of two or more recognition sites, presence of origin of replication. എന്താണിടാ മക്കളെ? ഇതില് മാർക്കർ ജീൻ വേണം. നോട്ട് എ ഡിസൈറബിൾ ഫീച്ചർ ആണ് നമ്മളോട് ചോദിക്കുന്നത്. പ്രസൻസ് ഓഫ് സിംഗിൾ റെസ്ട്രിക്ഷൻ എൻസൈം സൈറ്റ് ഈസ് എ ഡിസൈറബിൾ ഫീച്ചർ. പ്രസൻസ് ഓഫ് ടു ഓർ മോർ റെക്കഗ്നിഷൻ സൈറ്റ്സ്. ശരിക്കും ഒരു ക്ലോണിങ് ഈസി ആക്കാനായിട്ട് ഒരു റെക്കഗ്നിഷൻ സൈറ്റ് ആണ് നല്ലത്. കുറെ എണ്ണം വരുമ്പോൾ അത് ക്ലോണിങ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കും. ഇസ്ന്റ് ഇറ്റ്? സോ ഇതാണ് കറക്റ്റ് ആൻസർ. ഇറ്റ് ഈസ് നോട്ട് എ ഡിസൈറബിൾ ഫീച്ചർ. പ്രസൻസ് ഓഫ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ അതൊക്കെ വേണം അല്ലേ? മാർക്കർ ജീൻ, സെലക്ടബിൾ മാർക്കേഴ്സ് വേണം. റെക്കഗ്നിഷൻ സൈറ്റ്സ് ഫോർ എ സിംഗിൾ ആണ് പ്രിഫർ ചെയ്യുന്നത്, 1 to few ആണ് പ്രിഫർ ചെയ്യുന്നത്. പ്രസൻസ് ഓഫ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഇതെല്ലാം കറക്റ്റ് ആണ്. പക്ഷെ 2 or more റെക്കഗ്നിഷൻ സൈറ്റ്സ് പ്രിഫർ ചെയ്യുന്നില്ല. ഓപ്ഷൻ സി ആണ് വരിക. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. യെസ്. നെക്സ്റ്റ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് is not a desirable feature? അത് നമ്മൾ ചെയ്തു. Which one of the following statement is not true regarding gel electrophoresis technique? Agarose electro G and A, very good. G ന്റെ മെയിൻ്റെ ഇടയ്ക്കാണ് കട്ട് ചെയ്യുന്നത് അല്ലേ? വെരി ഗുഡ്. രണ്ട് സ്ട്രാൻഡിലും. Now, which of the following statement is not true regarding gel electrophoresis technique? The process of extraction of separated DNA strands from gel is called elution. അത് കറക്റ്റ് ആണ്. സെപ്പറേറ്റഡ് DNA fragments are stained by using ethidium bromide. കറക്റ്റ് ആണ്. Presence of chromogenic substrate gives blue colored DNA bands on the gel. തെറ്റാണ്. ബ്രൈറ്റ് ഓറഞ്ച് കളർ ബാൻഡ്സ് അല്ലേ? എന്താണ് തരുന്നത്? ബ്രൈറ്റ് ഓറഞ്ച് കളർ ബാൻഡ്സ് ആണ് നമുക്ക് തരുന്നത്. ബ്രൈറ്റ് ഓറഞ്ച് കളർ ബാൻഡ്സ് ഓഫ് DNA can be observed in the gel when exposed to UV light. അത് കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 statements again. Assertion-Reason question ആണ്. ഓക്കെ. When a particular restriction enzyme cut the strand of DNA, overhanging stretches or sticky ends are formed. അത് കറക്റ്റ് ആണ്. സ്റ്റിക്കി എൻഡ്സ് അവർ ഫോം ചെയ്യാറുണ്ട് വിത്ത് ഓവർഹാങ്ങിങ്സ് അല്ലേ? യെസ്. നൗ some restriction enzymes cut the strand of DNA little away from the center of palindromic site. അതും കറക്റ്റ് ആണ്. പക്ഷേ ഈ ഓവർഹാങ്ങിങ് ഫോം ചെയ്യുന്നത് ഇവര് ലിറ്റിൽ അവേ ഫ്രം ദ സെന്റർ കട്ട് ചെയ്യുന്നത് കൊണ്ടാണോ? അല്ല അല്ലേ? യെസ്. ബ്രൈറ്റ് ഓറഞ്ച് എന്ന് പറയുമ്പോൾ പീച്ച് കളർ ആവില്ല. അത് ബ്രൈറ്റ് ഓറഞ്ച് തന്നെയായിരിക്കും. നല്ല അത് ഗൂഗിളിൽ നോക്കിയാൽ കാണാൻ പറ്റും. UV ട്രാൻസ്ഇലുമിനേറ്ററിൽ എങ്ങനെയാണ് എത്തിഡിയം ബ്രോമൈഡ് വെച്ച് DNA കാണാൻ പറ്റും. നല്ല ഓറഞ്ച് കളർ തന്നെയായിരിക്കും. ഓക്കെ. യെസ്. സോ ബോത്ത് അസേർഷനും റീസണും കറക്റ്റ് ആണ്. പക്ഷെ ഒന്നും അതിന്റെ എക്സ്പ്ലനേഷൻ അല്ല. ബട്ട് റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേർഷൻ. സോ ഓപ്ഷൻ എന്താ വരിക നമ്മളുടെ? ഓക്കെ, വെയിറ്റ് ലെറ്റ് മീ ചെക്ക് വൺസ് അഗൈൻ. അതായത് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. കാരണം ഇവര് ഓവർഹാങ്ങിങ് അതായത് സ്റ്റിക്കി എൻഡ്സ് ഫോം ചെയ്യുന്നത് 2 സ്ട്രാൻഡിലും ലിറ്റിൽ അവേ ഫ്രം ദ സെന്റർ ബിറ്റ്വീൻ G and A കട്ട് ചെയ്യുന്നത് കൊണ്ടല്ലേ? അതുകൊണ്ടല്ലേ നമുക്ക് ഓവർഹാങ്ങിങ് കിട്ടുന്നത്. അപ്പൊ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ കറക്റ്റ് ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസേർഷൻ. സോ ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. Isn't it, children? What is the correct answer? Option B. Both assertion and reason are correct and reason is the correct explanation of the assertion. C അല്ല, ഓപ്ഷൻ ബി ആണ് വരിക. ഒന്ന് മറ്റൊന്നിന്റെ എക്സ്പ്ലനേഷൻ ആണ്. Yes, everyone? Yes? Okay. Now, moving to the next question. Separation of DNA fragments done by a technique known as gel electrophoresis, polymerase chain reaction, recombinant DNA technology, southern blotting. Yes, everyone? Yes, Alpha already said it. Alpha correct ആയിട്ട് പറഞ്ഞു. Yes, ഇടാ. Gel electrophoresis വഴിയാണ് നമ്മൾ ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ? യെസ്. നെക്സ്റ്റ്. The enzyme is needed, A is needed for isolating genetic material. No, ചിത്ര, അതായത് ക്വസ്റ്റ്യനിൽ എന്താ കൊടുത്തിരിക്കുന്നത്? വെൻ എ പെർട്ടിക്കുലർ റെസ്ട്രിക്ഷൻ എൻസൈം എന്ന് പറഞ്ഞിട്ടുണ്ട്. പെർട്ടിക്കുലറിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റിക്കി എൻസ് ഫോം ചെയ്യുന്നത് നമുക്കറിയുന്ന ഈ കാർബൺ ആണല്ലോ. സോ വി ആർ തിങ്കിങ് ലൈക്ക് ദാറ്റ്. യെസ്. ഓക്കെ. സോ അതായത് ചിലര് വി നോ ദാറ്റ് ബ്ലണ്ട് എൻസ് ഫോം ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ വെൻ ഇറ്റ് ഈസ് മെൻഷൻ പെർട്ടിക്കുലർ, ഐ തിങ്ക് ഇറ്റ്സ് എ വെരി സിമ്പിൾ ഡയറക്റ്റ് NCERT ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ഓൾ റൈറ്റ്. So nothing to be confused in that. Now, the enzyme A is needed for isolating genetic material from plant cells and enzyme B for isolating genetic material from fungus. Choose the correct pair of options from the following. Plant cells ൽ നിന്നും നമുക്ക് എന്താ പറയുക ജനറ്റിക് മെറ്റീരിയൽ കിട്ടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെയാണ്? സെല്ലുലേസിനെയാണ്.
ഓക്കെ, ബിക്കോസ് സെൽ വോൾ ബ്രേക്ക് ചെയ്യണം. സെൽ വോളിൽ സെല്ലുലോസ് ഉണ്ട്. സെല്ലുലോസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെല്ലുലേസിനെ യൂസ് ചെയ്യും. ഫംഗസിന്റെ സെൽ വോളിൽ എന്താണുള്ളത്? കൈറ്റിൻ ആണ്. സോ കൈറ്റിനേസിനെ യൂസ് ചെയ്യും. സോ എ ഇസ് സെല്ലുലേസ് ആൻഡ് ബി ഇസ് കൈറ്റിനേസ്. ഓപ്ഷൻ സി ആണ് വരിക അല്ലെ. 36 ക്വസ്റ്റ്യന്റെ ആൻസർ ഇസ് ഓപ്ഷൻ സി. എ ഇസ് സെല്ലുലേസ് ആൻഡ് ബി ഇസ് കൈറ്റിനേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ദാറ്റ് ഓഫ് ലിസ്റ്റ് 2. ജീൻ ഗൺ മെത്തേഡ്, ജീൻ ട്രാൻസ്ഫർ മെത്തേഡ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ജീൻ ഗൺ മെത്തേഡ് ഈസ് യൂസ്ഡ് റീപ്ലേസ്മെന്റ് ഓഫ് എ ഫോൾട്ടി ജീൻ അല്ല, യൂസ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ജീൻ അല്ലെ. ഇത് കറക്റ്റ് ആണ്. ജീൻ ട്രാൻസ്ഫർ നമ്മൾ പ്ലാന്റ് സെൽസിലേക്കാണോ ആനിമൽ സെൽസിലേക്കാണോ ജീൻ ഗൺ മെത്തേഡ് യൂസ് ചെയ്യുന്നത്? അതായത് നമ്മൾ DNA ടങ്സ്റ്റൺ ഓർ ഗോൾഡ് വെച്ച് കോട്ട് ചെയ്തിട്ട് ഹൈ വെലോസിറ്റി ബീം വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് ഉള്ളിലേക്ക് ഇടുകയാണ് അല്ലെ, ജീൻ ഗൺ മെത്തേഡിലൂടെ. അപ്പൊ നമ്മൾ പ്ലാന്റ് സെല്ലിലാണോ ആനിമൽ സെൽസിലാണോ യൂസ് ചെയ്യുക ജീൻ ഗൺ മെത്തേഡ്? യെസ്. Now, gene therapy, replacement of a faulty gene by a normal healthy gene. ജീനിന്റെ തെറപ്പിയാണ് നമ്മൾ മോളിക്കുലർ ഡയഗ്നോസിസിൽ പഠിക്കുന്നുണ്ട് അല്ലെ, ADA ഡെഫിഷ്യൻസിയുടെ കാര്യം. വെരി ഗുഡ് ആൽഫ. പ്ലാന്റ് സെൽസിലേക്ക് ജീൻ ട്രാൻസ്ഫറിനാണ് നമ്മൾ ജീൻ ഗൺ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആനിമൽ സെൽസിലോ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ജീൻ ക്ലോണിംഗ്. Gene cloning is obtain identical copies of a particular DNA molecule. Many copies ഉണ്ടാക്കുക. So A2 ആണ് and B1 ആണ്. A2 and B1 ആയിട്ടുള്ളത് എന്താണ്? നമ്മുടെ ഓപ്ഷൻ ബി ആണ് വരിക അല്ലെ. ആൻഡ് C is 4 and genome, the total DNA in the cell of an organism. ഒരു ഓർഗാനിസത്തിന്റെ സെല്ലിലെ ടോട്ടൽ DNA ആണ് നമ്മൾ ജീനോം എന്ന് പറയുന്നത്. സോ D is 3. സോ ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. യാ, വെരി ഗുഡ്. ആനിമൽസിനെ ഷൂട്ട് ചെയ്യരുത്. സോ പ്ലാന്റ് സെൽസ്. ഓക്കെ, നൈസ് നൈസ് ഗുലാബി. ആനിമൽ സെൽസിൽ ഡയറക്റ്റ് ന്യൂക്ലിയസിലേക്ക് നമ്മൾ മൈക്രോ ഇഞ്ചക്ഷനിലൂടെയാണ് DNA ട്രാൻസ്ഫർ നടത്തുന്നത്. വെരി ഗുഡ്. Pathogenic bacteria gain resistance to antibiotics due to changes in their nucleoid, cosmids, plasmids, nucleus. ഈ ബാക്ടീരിയ പാത്തജൻസ് അസുഖങ്ങൾ ഉണ്ടാക്കുന്നവര് ചില ആന്റിബയോട്ടിക്സ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ബാക്ടീരിയ രക്ഷപ്പെടും അല്ലെ. എന്തുകൊണ്ടാ? ബിക്കോസ് ദേ ഹാവ് ഗെയിൻ റെസിസ്റ്റൻസ്. എന്താണ് അവർക്ക് റെസിസ്റ്റൻസ് കൊടുക്കുന്നത്? ന്യൂക്ലിയോയിഡ് അല്ല, കോസ്മിഡ് അല്ല, ന്യൂക്ലിയസ് അല്ല. അവരുടെ പ്ലാസ്മിഡില് ചില റെസിസ്റ്റൻസ് ജീൻസ് ഒക്കെ അവർ ഫോം ചെയ്യും, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ്. അതിനെയാണ് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? നമ്മൾ സെലക്ടബിൾ മാർക്കേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ബാക്ടീരിയാസിൽ എല്ലാ ബാക്ടീരിയയിലും പ്രോകാരിയോട്ടിക് സെല്ലും അവരുടെ ന്യൂക്ലിയോയിഡ് അല്ലാതെ, ന്യൂക്ലിയോയിഡ് ആണ് അവരുടെ ജീനോമിക് DNA, അതുകൂടാതെ അവർക്ക് അഡീഷണൽ സർക്കുലർ ഡബിൾ സ്ട്രാൻഡഡ് DNA ഉണ്ട്, അതാണ് പ്ലാസ്മിഡ് DNA. അവരെയാണ് നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അല്ലെ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് നോട്ട് കോമൺലി യൂസ്ഡ് ഫോർ ഇൻട്രൊഡ്യൂസിംഗ് ഫോറിൻ DNA ഇൻ ടു പ്ലാന്റ് സെൽ? പ്ലാന്റ് സെല്ലിലേക്ക് ഫോറിൻ DNA ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ബാക്ടീരിയോഫാജസ്, അഗ്രോബാക്ടീരിയ മീഡിയേറ്റഡ് നാച്ചുറൽ ജനറ്റിക് എഞ്ചിനീയർ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ജീൻ ഗൺ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഡിസാംഡ് പാത്തജൻ വെക്ടേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ബാക്ടീരിയോഫാജസിനെ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ബാക്ടീരിയോഫാജസിനെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ബിക്കോസ് ബാക്ടീരിയോഫാജസ് എന്ന് പറയുന്നത് വൈറസ് ദാറ്റ് ഇസ് ഇൻഫെക്ടിങ് ബാക്ടീരിയ ആണ്. അവരെ നമ്മൾ വെക്ടേഴ്സ് ആയിട്ട് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ടു ട്രാൻസ്ഫർ DNA ഇൻ ടു ബാക്ടീരിയൽ സെൽസ് അല്ലെ. ബാക്ടീരിയൽ സെൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. യെസ് എവ്രി വൺ. സോ ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഈസ് ഇസ് ക്ലിയർ ടു എവറിബഡി? യെസ്. എനി ഡൗട്ട് സ്റ്റിൽ ഹിയർ? എനി കൺഫ്യൂഷൻസ്? ടൈം എത്രയായി? ഓക്കെ, ശരിക്കും നമ്മുടെ സെഷൻ ടൈം 9 വരെയാണ്. യെസ് യെസ് എവ്രി വൺ. 9 വരെയാണോ ടൈം? സെഷൻ ടൈം അങ്ങനെയാണെങ്കിൽ നമുക്ക് 9 വരെ ടൈം ഉണ്ട് അല്ലേ? അല്ലേ, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാം. യെസ് മിസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ യൂക്കാരിയോട്ടിക് സെൽ ആണെങ്കിൽ ന്യൂക്ലിയസ് അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, pathogenic bacteria gain resistance to antibiotics due to changes in their no. കാരണം യൂക്കാരിയോട്ടിക് സെല്ലിലും പ്ലാസ്മിഡ്സ് ഉണ്ടല്ലോ. പ്ലാസ്മിഡ്സ് ഉള്ള യൂക്കാരിയോട്ടിക് സെൽസും ഉണ്ട് ആൽഫ. ഓക്കെ, സം ഓഫ് ദം ഹാവ്. യാ, 2 hours ഉണ്ട്. ഓക്കെ, വി ക്യാൻ ഡു മോർ ക്വസ്റ്റ്യൻസ്, നോ പ്രോബ്ലം. Now, ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താ? ഓപ്ഷൻ എ ആണ് വരിക. ഇത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെഫർ ടു ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഫോർ അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. ഓക്കെ, അഗാരോസ് ഇസ് എ നാച്ചുറൽ പോളിമർ ഒബ്റ്റെയിൻ ഫ്രം സീവീഡ്. നമ്മളോട് ചോദിക്കുന്നത് ഇതിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ സെലക്ട് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. യെസ്, ഓക്കെ. നൗ അഗാരോസ് ജെൽ ഇസ് എ നാച്ചുറൽ പോളിമർ ഒബ്റ്റെയിൻ ഫ്രം സീവീഡ്. കറക്റ്റ് ആണ്.
The separation of DNA molecules in agarose electrophoresis depends on the size of the DNA. Size based separation ആണ്. തടിയുള്ള ബാൻഡ്സ് ആണെങ്കിൽ അവർ പതുക്കെ മൂവ് ചെയ്യുള്ളൂ. പക്ഷെ സ്മോളർ ബാൻഡ്സ് farther it moves. Correct. Now, the DNA migrates from negatively charged electrode to the positively charged electrode. Correct. From the cathode to the anode. The DNA migrates from positively charged electrode to negatively charged electrode. അല്ല. അപ്പോൾ ഇതിൽ A, B and C കറക്റ്റ് ആണ് അല്ലേ? A, B and C അപ്രോപ്രിയേറ്റ് ആൻസർ ആണ്. സോ ഓപ്ഷൻ സി ആണ് വരുന്നത്. A, B and C ആർ ദ കറക്റ്റ് ആൻസർ. ഓക്കെ ഓക്കെ ഡിയർ ഗുലാബി, ഐ വിൽ മിസ് യു. ക്ലാസ് ഉണ്ടെങ്കിൽ പോയിക്കോളൂ, പക്ഷെ പ്ലീസ് നമ്മുടെ ലൈവ് കാണണം. ഓക്കെ നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്ലോണിംഗ് വെക്ടർ? ഇതിൽ ക്ലോണിംഗ് വെക്ടർ അല്ലാത്തത് ഏതാണ്? ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം, ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം, PBR 322, പ്രോബ്. BAC, YAC, PBR 322 ഒക്കെ നമ്മൾ ക്ലോണിങ്ങിൽ യൂസ് ചെയ്യുന്നതാണ്. BACക്കും ഒക്കെ കുറച്ചും കൂടി വലിയ DNA ക്ലോൺ ചെയ്യാൻ പറ്റും. പക്ഷെ പ്രോബ് അല്ല. പ്രോബിനെ നമ്മൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്? പ്രോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയോ ആക്റ്റീവ്ലി ലേബിൾഡ് ആയിട്ടുള്ള സിംഗിൾ സ്ട്രാൻഡ് DNA ആണ്. അതിനെ നമ്മൾ ഓട്ടോ റേഡിയോഗ്രാഫി ചെയ്യുമ്പോൾ മോളിക്കുലർ ഡയഗ്നോസിസിൽ നമ്മൾ ഇതിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലേ? സോ പ്രോബ് നമ്മൾ ഇറ്റ്സ് നോട്ട് എ ക്ലോണിംഗ് വെക്ടർ. സോ ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. യെസ് എവ്രി വൺ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സ്പോഷർ ടു UV റേഡിയേഷൻ, അങ്ങനെ നമ്മൾ 2023 എത്തിയിരിക്കുന്നു ഗൈസ്. 2023 നോക്കിക്കേ, 2022 നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു? 2022 ആ ഒരു വർഷം മാത്രം വി ഗോട്ട് അറൌണ്ട് 11 ക്വസ്റ്റ്യൻസ്. 11 ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത് 2022. 2023 അതേപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന വർഷമാണ് കേട്ടോ. ഈവൻ 2023 നമുക്കൊരു 9 ക്വസ്റ്റ്യനോളം ഈ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നു. നല്ല ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളതൊക്കെ. സോ അപ്പോൺ എക്സ്പോഷർ ടു UV radiation, DNA stained with ethidium bromide will show bright orange color, bright red color, bright blue color, bright yellow color. Bright orange color ആണ് കാണിക്കുക അല്ലേ? 2023 നമ്മൾ ഇവിടെ തുടങ്ങി. ഇത് 2023 ക്വസ്റ്റ്യൻ ആണ്. യെസ്. നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. During the purification process for recombinant DNA technology, addition of chilled ethanol precipitate out the polysaccharides അല്ല, RNA അല്ല, histones അല്ല, DNA. ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരാണ് സ്പൂളിംഗ്. ഓൾറെഡി സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്. In gene gun method used to introduce alien DNA into host cells, microparticles of dash metal are used. Tungsten or gold. നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്? DNA ടങ്സ്റ്റൺ ഓർ ഗോൾഡ് വെച്ചിട്ട് ഇങ്ങനെ കംപ്ലീറ്റ്ലി നമ്മൾ കവർ ചെയ്യും അല്ലെ? എന്നിട്ടാണ് അതിനെ നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ടുണ്ട്. ഓക്കെ യെസ് കറക്റ്റ് ചിത്ര നോയൽ, കറക്റ്റ്. ഓക്കെ, ഇങ്ങനെ ടോട്ടൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സോ ടങ്സ്റ്റൺ ഓർ ഗോൾഡ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തിട്ട് കോട്ട് ചെയ്തിട്ട് നമ്മൾ ഹൈ വെലോസിറ്റി ഇതിനെ യൂസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ പ്ലാന്റ് സെൽസിലേക്ക്. സോ 44th ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തെർമോസ്റ്റേബിൾ DNA polymerase used in PCR was isolated from. സിമിലർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അഗൈൻ. നമുക്കൊരു ബാക്ടീരിയയിൽ നിന്നാണ് കിട്ടിയത്, വിച്ച് ഇസ് എൻ എക്സ്ട്രീം തെർമോഫൈൽ, ദാറ്റ് ഈസ് തെർമസ് അക്വാറ്റിക്കസ്. ടാക് DNA polymerase ആണ് ആ enzyme. Next question. Main steps in the formation of recombinant DNA are given below. Arrange these steps in the correct sequence. Recombinant DNA യുടെ ഫോർമേഷനിലെ സ്റ്റെപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിനെ കറക്റ്റ് സീക്വൻസിൽ അറേഞ്ച് ചെയ്യണം. Insertion of recombinant DNA into the host cell. Cutting of DNA at specific location by the restriction enzyme. First cutting അല്ലേ വരിക? Isolation of the desired DNA fragment. Amplification of gene of interest. അത് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ അഗാറോസെൽ ഇലക്ട്രോഫോർസിസ് വെച്ചിട്ട് നമ്മൾ അതിനെ ഐസൊലേറ്റ് ചെയ്തെടുത്തു അതിൽ നിന്നും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ നമ്മൾ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കി. അപ്പൊ നമ്മൾ അതിനെ ആംപ്ലിഫൈ ചെയ്തു അല്ലെ? ആൻഡ് ഇൻസേർഷൻ ഓഫ് റീകോമിനന്റ് DNA. പിന്നെ അത് നമ്മളതിനെ വെക്ടറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. വെക്ടർ നമ്മളതിനെ ഹോസ്റ്റ് സെല്ലിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ BCDA അല്ലേ വരിക? BCDA അല്ലേ വരിക മക്കളെ? യെസ്. സോ ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഫസ്റ്റ് എന്താണ് ചെയ്തത്? നമ്മൾ കട്ട് ചെയ്തു DNA അറ്റ് ബൈ യൂസിങ് എ സ്പെസിഫിക് റെസ്ട്രിക്ഷൻ എൻസൈം. ടാർഗറ്റ് DNA കട്ട് ചെയ്തു, പ്ലാസ്മിഡ് DNA കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ അതിനെ അഗാറോസെൽ ഇലക്ട്രോഫോർസിലൂടെ സെപ്പറേറ്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്തെടുത്തു. അതിൽ നിന്നും നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് എന്താണ് ചെയ്തത് മക്കളെ? ഇത് കുറെ പേർ തെറ്റിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ ഓർഡർ അല്ലേ എല്ലാവർക്കും ഒരു സംശയം വരുന്നുണ്ടായിരുന്നു. അപ്പം ഒന്നും കൂടി നോക്കുക മക്കളെ. യെസ്, നമ്മൾ എന്തിനെ ഇൻസേർട്ട് ചെയ്തു? പ്ലാസ്മിഡിലേക്ക് ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിന്റെ മെനി കോപ്പീസ് ഉണ്ടാക്കി, ആംപ്ലിഫൈ ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ അതിനെ എടുത്തിട്ട്
എന്ത് ചെയ്തത്, നമ്മുടെ ഹോസ്റ്റ് സെൽസിലേക്ക് ഇട്ട് കൊടുത്തത്. സോ BCDA ആണ് ഇതിന്റെ കറക്റ്റ് സീക്വൻസ് വരിക. ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. നെക്സ്റ്റ്, ligation of foreign DNA at which of the following site will result in the loss of tetracycline resistance of PBr322? അതായത് ഫോറിൻ DNA ഏത് സൈറ്റിൽ വിൽ റിസൾട്ട് ഇൻ ദ ലോസ് ഓഫ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഓഫ്, അതായത് ഏത് സൈറ്റിൽ കൊണ്ടിടുമ്പോഴാണ് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഇവർക്ക് ഇല്ലാണ്ടാവുന്നത്. അപ്പം നമ്മൾ അതിന് എന്ത് ചെയ്യണം, PBr322ന്റെ സൈറ്റ് സ്ട്രക്ചർ നമ്മളിപ്പോൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ. അത് ഏതൊക്കെയാണ്, അവർക്ക് ഏതൊക്കെ റെസിസ്റ്റൻസ്, ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് സൈറ്റ്സ് എവിടേക്കാണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ ഇവർക്ക് ആംപിസിലിൻ റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഇവർക്ക് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. ഇസ്ന്റ് ഇറ്റ്? യെസ് മക്കളെ. കൂടാതെ ഇവിടെയും ഇവർക്ക് കുറച്ച് റെക്കഗ്നീഷൻ സീക്വൻസസ് ഉണ്ട്. ഇവിടെ ഇവർക്ക് ഓറിയസൈറ്റ് ഉണ്ട്, ഇവിടെ ഇവർക്ക് ROP ഉണ്ട്. ഇതാണ് നമ്മുടെ PBr322. ഇനി മക്കൾ പറഞ്ഞേ, യെസ്, അതായത് ടെട്രാസൈക്ലിന്റെ അവിടെ ഉള്ളത് ഏതൊക്കെയാണ്? SAL1 ഉണ്ട്, BAM-H1 ഉണ്ട് അല്ലേ. ഇവിടെ കിടക്കുന്നത് രണ്ടും ഇതാണ്. ഇവിടെയാണെങ്കിലോ PVU1 ഉണ്ട്, ഇവിടെയുണ്ട് അല്ലേ. ആൻഡ് ഡിഫറെന്റ് റെക്കഗ്നീഷൻ സൈറ്റ്സ് ഫോർ റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉണ്ട്. നൗ വെൻ യു ലുക്ക് ഇൻ ദ ക്വസ്റ്റ്യൻ വെരി ക്ലിയർലി ദേ വാസ് വാട്ട്, ടെട്രാസൈക്ലിന്റെ സൈറ്റിൽ കൊണ്ടുപോയിട്ട് ഇടുകയാണെങ്കിൽ അല്ലെ, അവർക്ക് ഏത് റെക്കഗ്നീഷൻസ്, ഏത് എൻസൈമിന്റെ റെക്കഗ്നീഷൻ സൈറ്റ് ആണ് അവിടെ ഉള്ളതെന്നാണ് അറിയേണ്ടത്. ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ലൂസ് ചെയ്യുന്നത് ആരെ കൊണ്ടിടുമ്പോഴാണ്? PST1 അല്ല, PVU1 അല്ല, ECO-R1 അല്ല, BAM-H1 ആണ് അല്ലെ. ഓപ്ഷൻ ഡി ആണ് വരിക. BAM-H1 ആണ്. കാരണം ബാസിലസ് അമൈലോ ലിക്വിഫിക്കേഷനിൽ നമുക്ക് കിട്ടിയ റെസ്ട്രിക്ഷൻ എൻസൈം ആണ് BAM-H1. അത് ഇവിടെ കൊണ്ടിടുമ്പോഴാണ് ഇവർക്ക് ഇത് ലൂസ് ആവുന്നത്. സോ ഈ 47th ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. Isn't it, children? Next, which of the following statement is incorrect about agrobacterium tumefaciens? ഇതിൽ agrobacteriumത്തിനെ കുറിച്ച് തെറ്റായിട്ടുള്ളത് എന്താണ്? It is used to deliver the gene of interest in both prokaryotic as well as eukaryotic host cells. TI plasmid from agrobacterium tumefaciens used for gene transfer is not pathogenic to plant cells. It transforms normal plant cells into tumor cells. It delivers tDNA into plant cell. ഇതിൽ തെറ്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇതിൽ ഏതാണ് agrobacteriumത്തിനെ കുറിച്ചിട്ട് തെറ്റായിട്ടുള്ളത്? ബോത്ത് പ്രോകാരിയോട്ടിക് ആസ് വെൽ ആസ് യൂകാരിയോട്ടിക് സെൽസിലും നമ്മൾ ഇവരെ യൂസ് ചെയ്യുന്നുണ്ടോ ജീൻ ട്രാൻസ്ഫറിന്? ഇല്ല അല്ലെ. ഓൺലി യൂകാരിയോട്ടിക് സെൽസിലേക്ക്, പ്ലാന്റ് സെൽസിലേക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് തെറ്റാണ്. agrobacteriumത്തിലെ TI പ്ലാസ്മിഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ജീൻ ട്രാൻസ്ഫർ ആൻഡ് ഇറ്റ് ഈസ് നോട്ട് പാത്തോജനിക് ടു പ്ലാന്റ് സെൽസ്. അത് കറക്റ്റ് ആണ്. പ്ലാന്റ് സെൽസിൽ അവർ അസുഖം കോസ് ചെയ്യില്ല അല്ലെ. ഇറ്റ് ട്രാൻസ്ഫോംസ് നോർമൽ പ്ലാന്റ് സെൽ ഇൻറ്റു ട്യൂമർ സെൽസ്. അവർ പാത്തോജനായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിലെ tDNA ചില സെൽസിൽ ട്യൂമർ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ് എന്നും കൂടി പറയുന്നത്, TI പ്ലാസ്മിഡ് അല്ലെ. ഈ ഡെലിവേഴ്സ് tDNA ഇൻറ്റു ദ പ്ലാന്റ് സെൽ. അത് കറക്റ്റ് ആണ്. പക്ഷെ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവർ പാത്തോജൻ അല്ല. സോ ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. Isn't it, children? Now, which of the following can act as molecular scissors? Molecular scissors എന്ന് പറയുന്നത് കട്ട് ചെയ്യുന്ന ആള്. റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അങ്ങനെ നമ്മൾ ഹാഫ് സെഞ്ചുറി അടിച്ചിരിക്കുന്നു ഗൈസ്. നമ്മളുടെ 50th ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തി. നമ്മൾ 2024 എത്തിയിരിക്കുന്നു. Hint 2 always cuts the DNA molecules at a particular point called recognition sequence and it consists of 8 base pairs, 6 base pairs, 4 base pairs, 10 base pairs. Hint 2 എന്ന് പറയുന്നത് എന്താണെടാ? 6 base pairs ലോങ് ആയിട്ടുള്ള പാലിൻഡ്രോമിനെയാണ് കട്ട് ചെയ്യുന്നത് അല്ലെ. 6 base pairs ലോങ് ആയിട്ടുള്ള പാലിൻഡ്രോമിനെയാണ് കട്ട് ചെയ്യുന്നത്. Is this clear to all of you? 2024 നമ്മൾ എത്തിയിരിക്കുന്നു. 2024 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. Is this clear to all of you? Yes. എന്താണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ? ഓപ്ഷൻ ബി ആണ്. ആൽഫയ്ക്ക് എന്റെ കോഡൊക്കെ ഓർമ്മയുണ്ട് അല്ലേ. ഗ്രേറ്റ്. 51ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫേറ്റ് ഓഫ് പീസ് ഓഫ് DNA carrying only gene of interest which is transferred into an alien organism? The piece of DNA would be able to multiply itself independently in the progeny cells of the organism. It may get integrated into the genome of the recipient. It may multiply and be inherited along with the host DNA. The alien piece of DNA is not an integral part of chromosome.
ഇറ്റ് ഷോസ് എബിലിറ്റി ടു റെപ്ലിക്കേറ്റ്. കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ മര്യാദയ്ക്ക് വായിച്ചില്ലെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് തെറ്റിക്കും. 2024 അതേപോലെ ഈ ചാപ്റ്ററിന് ഒരു ഹിറ്റ് വർഷമായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്ന വർഷമായിരുന്നു അല്ലെ? യെസ്. അപ്പൊ ഇവിടെ എന്താണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ഇതിന് എന്താണ് സംഭവിക്കുക? വെറുതെ ബ്ലൈൻഡ് ആയിട്ട് ആൻസർ ചെയ്യരുതേ, എല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക. യെസ് ഗൈസ്, പറയൂ. അതായത് ഒരു പീസ് ഓഫ് DNA ക്യാരിയിങ് ഓൺലി ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വിച്ച് ഇസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ആൻ ഏലിയൻ ഓർഗാനിസം. ഇത് നമ്മുടെ ഒരു എന്താ പറയാ, ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ഇതിനെ നമ്മൾ കൊണ്ടുപോയിട്ട് ഹോസ്റ്റ് ഓർഗാനിസത്തിൽ കൊണ്ടിടാണ്. ഇതാണ് നമ്മുടെ ഹോസ്റ്റ് ഓർഗാനിസം. അവർക്ക് അവരുടേതായ DNA ഉണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് വി ആർ പുട്ടിങ് അവർ recombinant DNA here. The piece of DNA would be able to multiply itself independently in the progeny cells of the organism. ഇവിടെ പറയുന്നത് എന്താ? ഓൺലി പീസ് ഓഫ് DNA. പ്ലാസ്മിഡിനെ കുറിച്ചൊന്നും പറയണില്ല. അപ്പൊ പ്ലാസ്മിഡ് ഇല്ല. പീസ് ഓഫ് DNA തന്നെ അങ്ങോട്ട് കൊണ്ടിടാ. പീസ് ഓഫ് DNA തന്നെ അവിടെ പോയി റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? പീസ് ഓഫ് DNA തന്നെ ഒറ്റയ്ക്ക് പോയിട്ട് പ്ലാസ്മിഡിന്റെ ഹെൽപ്പ് ഇല്ലാതെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഒന്നും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇറ്റ് വിൽ നോട്ട് ബി ഏബിൾ ടു മൾട്ടിപ്ലൈ ഇറ്റ് സെൽഫ്. അങ്ങനെ വെറുതെ ഒന്നും DNA തന്നെ വേറൊരു സെല്ലിലേക്ക് കയറി പോകാനൊന്നും പറ്റൂല. അപ്പൊ തെറ്റാണ്. ഉറപ്പിച്ചില്ലേ? നോ, ഇറ്റ് മേ ഗെറ്റ് ഇന്റഗ്രേറ്റഡ് ഇൻ ദ ജീനോം ഓഫ് ദ റെസിപ്പിയന്റ്. ഇനി ഇൻ കേസ് നമ്മൾ അവരെ തന്നെ അങ്ങനെ കൊണ്ടുപോയിട്ടാൽ മേ ബി എന്ത് സംഭവിക്കാം? ഇറ്റ്സ് എ DNA. അതിന് കുറച്ച് സ്റ്റിക്കി എൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇതിന്റെ ജീനോമുമായിട്ട്, ഈ ഹോസ്റ്റലിന്റെ ജീനോമുമായിട്ട് മേ ബി ദേ ക്യാൻ ഇന്റഗ്രേറ്റ്. ഇസന്റ് ഇറ്റ് ചിൽഡ്രൻ? അത് പോസിബിൾ ആണ്. ഇറ്റ് മേ മൾട്ടിപ്ലൈ ആൻഡ് ബി ഇൻഹെറിറ്റഡ് അലോങ് വിത്ത് ദ ഹോസ്റ്റ് DNA. അവർക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി എന്താന്ന് വെച്ചാൽ ഹോസ്റ്റിന്റെ DNA റെപ്ലിക്കേറ്റ് ചെയ്യും അല്ലെ? അവിടെ റെപ്ലിക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവരുമായിട്ട് ചേർന്നിട്ടുണ്ടെങ്കിൽ, ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് കോപ്പി ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇറ്റ് മേ മൾട്ടിപ്ലൈ ആൻഡ് ബൈ ഇൻഹെറിറ്റഡ് അലോങ് വിത്ത് ദ ഹോസ്റ്റ് DNA. ഹോസ്റ്റ് DNA ആയിട്ട് ചേർന്നിട്ട് ഡോട്ടർ സെൽസിലേക്ക് ഇൻഹെറിറ്റഡ് ആവാൻ പോസിബിലിറ്റി ഉണ്ട്. The alien piece of DNA is not an integral part of the chromosome. Alien piece of DNA integrated ആയിട്ടുണ്ടെങ്കിൽ it will definitely be an integral part of the chromosome. No? അപ്പോൾ ഇത് തെറ്റാണ്. It shows ability to replicate. അങ്ങനെ തന്നെ അത് ability to replicate ഒന്നും കാണിക്കുകയൊന്നുമില്ല അല്ലേ? It will not show an ability to replicate. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് കറക്റ്റ് ആൻസർ ഏതൊക്കെയാണ്? A and B അല്ല. A തെറ്റാണെന്ന് നമുക്കറിയാം. D and E അല്ല. ഡിയും ഇയും തെറ്റാണ് നമുക്കറിയാം. B and C ഓൺലി ആണ് വരിക അല്ലെ? A and E ഓൺലിയും വരില്ല. B and C മാത്രമാണ് ഇതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് തോന്നും. കാരണം DNA ഒറ്റയ്ക്ക് ഒരിക്കലും റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, ദാറ്റ് ഈസ് ഫോർ ഷുവർ അല്ലെ? ആൻഡ് അത് ആ സെല്ലിൽ കൊണ്ടിടുകയാണെങ്കിൽ അതിന്റെ ജീനോമിക് DNA ഒരു ഭാഗമാവും ഹോസ്റ്റ് സെല്ലിന്റെ. എന്നിട്ട് അതിന്റെ കൂടെ റെപ്ലിക്കേറ്റ് ചെയ്ത് മറ്റ് ഡോട്ടർ സെൽസിലേക്ക് ട്രാൻസ്ഫേർഡ് ആവാൻ സാധ്യതയുണ്ട് അല്ലെ? പിന്നെ ഒറ്റയ്ക്ക് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ബിക്കോസ് നമ്മൾ റാൻഡമായിട്ട് കട്ട് ചെയ്ത ഒരു പീസ് ഓഫ് DNA അല്ലടാ. അതിനവർക്ക് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ അവർ പ്ലാസ്മിഡ് ഒന്നും അല്ലല്ലോ. അവർക്ക് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഇല്ല. അവരെ ആര് ഹെൽപ്പ് ചെയ്യും? വേറെ എൻസൈമിന്റെ ഒന്നും ഹെൽപ്പ് ഇല്ലാതെ തന്നെ അതിന് കോപ്പി ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, വെറുതെ ഒരു ഫോറിൻ DNA ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ സെൽ ആദ്യം അതിനെ റിജക്ട് ചെയ്യും. അവർക്ക് സെല്ലുലാർ ഡിഫൻസ് ഉണ്ട്. അതൊരു യൂക്കാരിയോട്ടിക് സെൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് സംഭവിക്കും? ദേ ഹാവ് ഇതൊക്കെ ഉണ്ടല്ലോ, RNA സൈലൻസിങ് കാര്യങ്ങളൊക്കെ മക്കൾ പഠിച്ചിട്ടില്ലേ? അതേപോലെ അവർക്ക് അവരുടെ ഡിഫൻസ് മെത്തേഡ് ഉണ്ട്. അത് വെച്ചിട്ട് ഈ DNA അവർ ഇല്ലാണ്ടാക്കി കളയും, ഇനാക്ടിവേറ്റ് ചെയ്ത് കളയും. യെസ്. സോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ ഒരു പോസിബിലിറ്റി ആണ് പറയുന്നത്. എങ്ങാനും അത് അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്, എങ്ങനെയെങ്കിലും അത് അവിടെ എത്തിയെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെ വെറുതെ കയറാനൊന്നും പറ്റില്ല. കാരണം സെൽ എൻവലപ്പ്, സെൽ വോൾ ഉണ്ട്, സെൽ മെംബ്രെയിൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, എങ്ങനെയെങ്കിലും അത് അവിടെ ഒന്ന് കയറി എത്തിപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരിക്കലും അതിനെ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനുള്ള കഴിവുണ്ടാണ്. അതിനല്ലേ നമ്മൾ പ്ലാസ്മിഡ്സിലേക്ക് ഇട്ടിട്ട് പ്ലാസ്മിഡിനെ യൂസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഒറിജിൻ തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവില്ലല്ലോ. യെസ്, ബിക്കോസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഇല്ല, ഓട്ടോണോമസ്ലി റെപ്ലിക്കേറ്റിംഗ് അല്ല. അതിനുള്ള എൻസൈംസ് വേണം. എൻസൈം ഇരിക്കുന്നത് ജീനോമിക് DNA കൂടെയാണ്. അപ്പൊ അവരുടെ കൂടെ ഇവർക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? സോ ഓപ്ഷൻ സി ആണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരിക. നെക്സ്റ്റ് വൺ, ദ ഫോളോയിങ് ഡയഗ്രാം ഷോയിങ്. കുറേ വലിയ ക്വസ്റ്റ്യൻസ് വന്ന വർഷമായിരുന്നു അല്ലേ? യെസ്, വലിയ ക്വസ്റ്റ്യൻ വന്ന വർഷമാണ്. സോ ദ ഫോളോയിങ് ഡയഗ്രാം ഷോയിങ് ദ റെസ്ട്രിക്ഷൻ സൈറ്റ്സ് ഓഫ് ഈക്കോളൈ ക്ലോണിംഗ് വെക്ടർ PBR322. ഫൈൻഡ് ദ റോൾ ഓഫ് X and Y ജീൻസ്. ഇതിൽ എക്സും വൈയും എന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ദ എക്സിസ് എന്താണെടാ? എക്സ് ഇവരുടെ ഓറി സൈറ്റ് ആണ്, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ആണ്. വൈ എന്ന് പറയുന്നത് ROP ആണ്, പ്രോട്ടീൻസ് ദാറ്റ് ആർ ഹെൽപ്പിംഗ് അസ് ഇൻ ദ റെപ്ലിക്കേഷൻ ഓഫ് ദ പ്ലാസ്മിഡ്. സോ
Gene X is responsible for resistance to antibiotics and Y for protein involved in the replication of plasmid. തെറ്റ്. Gene X is responsible for controlling the copy number of the linked DNA. correct ആണ്. Origin of replication copy number control ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. മിസ് വൈറസ് ഒക്കെ പോയി ഇൻഫെക്ഷൻ ചെയ്യുമ്പം എങ്ങനെയാണ് വൈറസിന്റെ DNA നമ്മുടെ സെല്ലിൽ കയറുന്നത്? അവർക്ക് തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. that they will do, because വൈറസും എന്താ ചെയ്യുന്നത്? തന്നെ റെപ്ലിക്കേറ്റ് ചെയ്യല്ല. വൈറസിന്റെ കാര്യമല്ല ചോദിച്ചത്. വൈറൽ DNA എന്താ ചെയ്യുന്നത്? ഇറ്റ് വിൽ യൂസ് ദ ഹോസ്റ്റ് മെഷീനറി എന്ന് പഠിച്ചിട്ടില്ലേ? വൈറസിന്റെ DNA ഇറ്റ് വിൽ മേക്ക് ദ ഹോസ്റ്റ് സെൽസ് മെഷീനറി. നമ്മുടെ എൻസൈംസിനെയും നമ്മുടെ ജീനോമിക് DNA ചേർന്നിട്ടാണ് വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്യുന്നത് അതിന്റെ DNA തന്നെയല്ല. യെസ്, അങ്ങനെയാണ് അവർ ഇൻഫെക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, നൗ the gene X is for protein involved in the Y is for protein involved in, ഇത് correct ആണ്. The gene X is for protein involved in replication, തെറ്റാണ്. The gene X is responsible for recognition sites and അതും തെറ്റാണ്. X is responsible for controlling the copy number of the linked DNA because അതാണ് ORI site, origin of replication, and Y for proteins involved in the replication of plasmid എന്ന് പറയുന്നത് ശരിയാണ്. So ഓപ്ഷൻ B ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരിക. ബോർ അടിക്കുന്നുണ്ടോ മക്കൾക്ക്? Are you feeling bored? വെള്ളം കുടിക്കടാ, drink water. വെള്ളം കുടിക്കൂ. നെക്സ്റ്റ്, the TI plasmid of Agrobacterium tumefaciens stands for. TI plasmid of Agrobacterium tumefaciens stands for what? Tumor inhibiting plasmid, tumor independent plasmid, tumor inducing plasmid, temperature independent plasmid. എന്താണ് TI plasmid എന്ന് പറയുന്നത്? stands for tumor inhibiting, tumor independent, tumor inducing, temperature independent plasmid. yes, tumor inducing plasmid ആണ്. കാരണം അവരിലുള്ള ഒരു tDNA ഉണ്ട്. ഇതാണ് മറ്റു പ്ലാന്റ് സെൽസിൽ പോയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെല്ലിനെ മൾട്ടിപ്ലൈ ചെയ്ത് ട്യൂമേഴ്സ് കോസ് ചെയ്യാനുള്ള കാരണമാക്കുന്നത്. യെസ്, ബോർ അടിക്കുന്നില്ല അല്ലെ? വെരി ഗുഡ്, ഇൻട്രസ്റ്റിംഗ് ആണോ? അപ്പോൾ 53rd ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഫ്യൂ മോർ ക്വസ്റ്റ്യൻസ് ആൻഡ് വി വിൽ ബി ഡൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ്? നമ്മൾ 2024 ഇനി ഒരു വർഷം കൂടെ ഉള്ളൂ. നമ്മൾ എപ്പോൾ തുടങ്ങിയതാ? 2014 മുതൽ തുടങ്ങിയതാ കേട്ടോ. 2014 മുതൽ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ തെറ്റേതാണ്? മോസ്റ്റ് കോമൺലി യൂസ് ബയോറിയാക്ടർ ആർ ഓഫ് സ്റ്റിയറിംഗ് ടൈപ്പ്. സ്റ്റിയർ ടാങ്ക് ബയോറിയാക്ടേഴ്സിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് ശരിയാണ്. ബയോറിയാക്ടേഴ്സ് യൂസ് ടു പ്രൊഡ്യൂസ് സ്മോൾ സ്കെയിൽ ബാക്ടീരിയൽ കൾച്ചേഴ്സ്. തെറ്റ്. ലാർജ് സ്കെയിലിൽ വലിയ ഒരുപാട് 100 to 1000 liters ഒക്കെ നമുക്ക് കൾച്ചർ ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വലിയ ഇൻഡസ്ട്രിയൽ സ്കെയിലിൽ കൾച്ചർ ചെയ്യുമ്പോൾ ലാർജ് സ്കെയിലാണ് നമ്മൾ ബയോറിയാക്ടേഴ്സിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. Bioreactors have an agitator system, an oxygen delivery system, form control system. correct ആണ്. A bioreactor provides optimal growth conditions for achieving the desired product. correct ആണ്. So option B ആണ് വരിക അല്ലെ? 54th questionന്റെ correct answer is option B. That is the wrong statement. Next, which of the following is not a selectable marker? ഇതിൽ സെലക്ടബിൾ മാർക്കർ അല്ലാത്തത് ഏതാണ്? ആംപിസിലിൻ, മെറ്റ്ഫോർമിൻ, ക്ലോറാംഫെനിക്കോൾ, ടെട്രാസൈക്ലിൻ. മെറ്റ്ഫോർമിൻ അല്ല അല്ലെ? മെറ്റ്ഫോർമിൻ ശരിക്കും നമുക്കറിയില്ലേ, പിന്നെ ഡയബറ്റീസ് ഒക്കെ ഉള്ളവരിലും ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒരു ഡ്രഗാണ്. ആംപിസിലിൻ, ക്ലോറാംഫെനിക്കോൾ, ടെട്രാസൈക്ലിൻ ഒക്കെ ആന്റിബയോട്ടിക്സ് ആണ്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. 55th ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. isn't it? yes. and 56th question, given below are two statements. രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, നമ്മൾക്ക് സെലക്ട് ചെയ്യാം. റെസ്ട്രിക്ഷൻ endonuclease finds its specific recognition sequence and binds to the DNA. കറക്റ്റ് ആണ്. Statement 2, restriction endonuclease cuts each of the two strands of the double helix at specific positions in their sugar phosphate backbones. ഇതും കറക്റ്റ് ആണ് അല്ലെ? ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് അല്ലേ? അവരുടെ സ്പെസിഫിക് റെക്കഗ്നിഷൻ സൈറ്റ് കാണും, അവിടെ ബൈൻഡ് ചെയ്യും, പിന്നെ അവർ കട്ട് ചെയ്യും. ബോത്ത് ദ സ്ട്രാൻഡ്സ് അറ്റ് എ സ്പെസിഫിക് പൊസിഷൻ ഇൻ ദ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അല്ലെ? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് എ ആൻഡ് ബി ആർ ട്രൂ. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a chromosome, there is a specific DNA sequence responsible for initiating replication. It is called as recognition sequence, cloning site, restriction site, ORI site. Simple question അല്ലേ? എന്താണ് അതിന് നമ്മൾ പറയാ? which is initiating replication, origin of replication അല്ലെങ്കിൽ ORI site എന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ.
ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഇലക്ട്രോഫോറസിസ്. ഇതിൽ ഇലക്ട്രോഫോറസിസിനെ കുറിച്ചിട്ടുള്ള റോങ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സെപ്പറേറ്റഡ് DNA fragments can be directly seen under UV radiation. Separated DNA can be extracted from gel piece. ശരിയാണ്. Fragments of DNA move towards the anode. അതും ശരിയാണ്. Sieving effect of agarose gel helps in the separation of DNA fragments. ശരിയാണ്. ചെറിയ ചെറിയ പോർസിലൂടെ DNAക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതാണ് സീവിങ് എഫക്റ്റ് അല്ലെ, ഒരു അരിപ്പ പോലെ. പക്ഷേ DNA ഫ്രാഗ്മെന്റ്സിനെ ഡയറക്ട്ലി നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. വെരി ഗുഡ് ഈഷ. എഥീഡിയം ബ്രോമൈഡ് ഇട്ടാൽ മാത്രമേ നമുക്ക് അതിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദാറ്റ് ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Select the restriction endonuclease enzymes whose restriction sites are present for the tetracycline resistance gene in the PBR322 cloning vector. ഏതാണ് PBR322ന്റെ ടെട്രാസൈക്ലിൻ സൈറ്റ്സിൽ ഇരിക്കുന്നത്? ആരൊക്കെയാണ്? BAM-H1 ആൻഡ് SAL1 അല്ലേ? യെസ്, ഓപ്ഷൻ എ അല്ലേ വരുന്നത്? യെസ്, സിമ്പിൾ ആണ് അല്ലേ? ഓപ്ഷൻ എ ആണ് വരുന്നത്. ആൻഡ് SAL1 ആൻഡ് PST1 അല്ല, PST1 ആൻഡ് PVU1 അല്ല, PU1 ആൻഡ് BAM-H1 അല്ല. ഒരേ ഒരെണ്ണം നമുക്ക് പഠിക്കാനുള്ളൂ. ആ ഡയഗ്രം ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അതിന്റെ ബേസിക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. BAM-H1ഉം SAL1ഉം ആണ്. നൗ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് അബൌട്ട് ഈക്കോ R1? ഇതിൽ ഈക്കോ R1നെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? They cut the DNA with blunt end, isn't it? Cut the DNA with sticky end. Recognizes a specific palindromic sequence. Cut the DNA between the base GA where it encounters the DNA sequence GAATTC. ഈ exonuclease. ഇതിൽ നമ്മളോട് കറക്റ്റ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ബ്ലണ്ട് എൻഡ്സ് അല്ല ഫോം ചെയ്യുന്നത്, അവർ സ്റ്റിക്കി എൻഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഓവർ ഹാങ്ങിങ്സ് ഉണ്ടാക്കും. അവർ ഒരു പാലിൻഡ്രോമിക് സീക്വൻസ് ആണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അത് കറക്റ്റ് ആണ്. ദി കട്ട് ദ DNA ബിറ്റ്വീൻ ദ ബേസസ് G ആൻഡ് A ഓൺ ബോത്ത് ദ സ്ട്രാൻഡ്സ്. അത് കറക്റ്റ് ആണ്. ഇറ്റ്സ് നോട്ട് ആൻ എക്സോന്യൂക്ലിയസ്, ഇറ്റ്സ് ആൻ എൻഡോന്യൂക്ലിയസ്. സോ B, C ആൻഡ് D ഓൺലി ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി ആണ് വരിക അല്ലെ. 60ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിക്കേടാ, 2024 നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആ വന്നതെന്ന്. ഫോളോയിങ് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് PCR. annealing, amplification up to 1 billion times, denaturation, treatment with Taq polymerase and deoxynucleotide. Deoxynucleotides എന്ന് പറയുന്ന ആരാണ്? ഇവിടെ നമ്മുടെ പ്രൈമേഴ്സ് ആണ് അല്ലെ. എക്സ്റ്റൻഷൻ. ചൂസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻ ദ PCR ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് എന്താണ് നടക്കുക? ഫസ്റ്റ് ഡീനേച്ചറേഷൻ ഓഫ് ദ DNA. അപ്പൊ ഫസ്റ്റ് ഡീനേച്ചറേഷൻ നടന്നു. അതിനുശേഷം നമ്മൾ ടാക് പോളിമറേസിനെയും ഇട്ടുകൊടുത്തു, പ്രൈമേഴ്സിനെ ഇട്ടുകൊടുത്തു. അപ്പൊ പ്രൈമേഴ്സ് പോയിട്ട് ബൈൻഡ് ചെയ്യും, പോളിമറൈസ് അതിന് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നടക്കുന്നത് എന്താണ്? യെസ്, എക്സ്റ്റൻഷൻ ആണ് നടത്തുക. അപ്പൊ CA കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്നത് അല്ല, C കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്നത് എന്താണ്? A അല്ല, അനീലിംഗ് ആണ് നടക്കുന്നത് അല്ലെ. അനീലിംഗ് ആണ് നടക്കുന്നത്. എന്നിട്ട് അനീലിംഗ് നടക്കാനായിട്ട് നമ്മൾ ഇവരെ ഇട്ട് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് നമ്മളുടെ ട്രീറ്റ്മെന്റ് വിത്ത് ടാക് പോളിമറൈസിനെയും ഡിയോക്സിന്യൂക്ലിയോടൈഡ്സിനെയാണ് ഇട്ട് കൊടുക്കുന്നത്. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്? എക്സ്റ്റൻഷൻ അല്ലെ. എക്സ്റ്റെൻഡ് ടെമ്പറേച്ചർ ഇതാക്കും. അപ്പൊ അവർ എക്സ്റ്റെൻഡ് ചെയ്ത് ഡബിൾ സ്ട്രാൻഡ് ഫോം ചെയ്യും. ആൻഡ് ഫൈനലി നമുക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് കിട്ടും. സോ CATEB ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ അല്ലെ. ഫസ്റ്റ് വാട്ട് ഹാപ്പൻസ്? ഡീനേച്ചറേഷൻ ഓഫ് ദ DNA, ഡബിൾ സ്ട്രാൻഡ്സിനെ സിംഗിൾ സ്ട്രാൻഡ് ആക്കും. നമ്മൾ അനീലിംഗ് നടത്താനായിട്ട് ടാക് പോളിമറൈസിനെ ഡിയോക്സിന്യൂക്ലിയോടൈഡ്സിനെ ഇട്ട് കൊടുക്കുന്നു. അവർ പോയിട്ട് ബൈൻഡ് ചെയ്ത് ബോണ്ട് ഫോം ചെയ്യുന്നു. ആൻഡ് എക്സ്റ്റൻഷൻ നടക്കുന്നു. അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ദ DNA കിട്ടുന്നു. സോ ഓപ്ഷൻ എ ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നൗ മൂവിംഗ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ബിലോ റെപ്രസെന്റഡ്. അപ്പൊ നമ്മൾക്ക് ഈ ഒരു വർഷത്തില് 2024 ഹിറ്റ് വർഷമായിരുന്നു. 13 ക്വസ്റ്റ്യൻ, 13 ക്വസ്റ്റ്യൻസ് ആണ് വന്നത് കേട്ടോ. നൗ വി ആർ ഫൈനലി നമ്മുടെ ഫൈനൽ വർഷത്തിലെത്തി, 2025 13 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് 2024 ഉണ്ടായിരുന്നത് ടോട്ടലി ഫ്രം ദിസ് ചാപ്റ്റർ. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുള്ള വർഷങ്ങളും ഉണ്ട്. പിന്നെ 2025 നമ്മുടെ ഹിറ്റ് വർഷമായിരുന്നു, കാരണം അടിപൊളി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലെ. അപ്പൊ 2025 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൾറെഡി ചെയ്തതായിരിക്കും, എന്നാലും ഒന്നും കൂടി ചെയ്ത് നോക്കാം. In the below represented plasmid, an alien piece of DNA is inserted at eco R1 site. Eco R1 കൊണ്ടുപോയിട്ട് alien DNA നെ ഇട്ടിട്ടുണ്ട്. Which of the following strategies will be chosen to select the recombinant colonies? അപ്പം ഇവിടെ കൊണ്ട് ഇട്ടത് കൊണ്ട് ഇവർക്ക് എന്തില്ല? നോ ബ്ലൂ കളർ. കാരണം ബീറ്റ ഗാലക്ടോസിനേസിന് ഇതാക്കാൻ പറ്റൂലല്ലോ, എന്താ പറയുക, എക്സ്പ്രസ്ഡ് ആവാൻ പറ്റില്ല. സോ വൈറ്റ് കളർ കോളനീസ് വിൽ ബി സെലക്റ്റഡ്. കാരണം എന്താണ്?
They will be recombinants. Blue color colonies grown on ampicillin plates can be selected. തെറ്റ്. റീകോമിനന്റ് കോളനീസ് സെലക്ട് ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണ് നമ്മളോട് ചോദിക്കുന്നത്. യൂസിങ് ആംപിസിലിൻ ആൻഡ് ടെട്രാസൈക്ലിൻ കണ്ടെയ്നിങ് മീഡിയം പ്ലേറ്റ്. തെറ്റ്. കാരണം ഇവിടെ ഇവർക്ക് റെസിസ്റ്റൻസിനൊന്നും ഒന്നും പറ്റിയിട്ടില്ല. ആംപിസിലിനും ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസും ഒക്കെ അതേപോലെ ഉണ്ട്. ഇവിടെ ഇൻസേർഷൻ ഇനാക്ടിവേഷൻ നടന്നത് ബീറ്റ ഗാലക്ടോസിഡേസ് സൈറ്റിൽ മാത്രമാണ്. ബ്ലൂ കളർ കോളനീസ് വിൽ ബി സെലക്ടഡ് എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ബ്ലൂ കളർ കോളനീസ് നോൺ റീകോമിനൻസ് ആയിരിക്കും. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയേണ്ടത് ഇക്കോ R1 ഇരിക്കുന്ന ഇവിടെയാണ്. ഫോറിൻ DNA കൊണ്ടിട്ടിരിക്കുന്ന ഇവിടെയാണ്. അവിടെ തന്നെ ബീറ്റ ഗാലക്ടോസിഡേസ് ഉണ്ട്. അത് കൊണ്ടിട്ടപ്പോൾ ഇൻസേർഷൻ ഇനാക്ടിവേഷൻ ആയി. ബീറ്റ ഗാലക്ടോസിഡേസ് ഇനാക്ടിവേറ്റ് ആയി. സോ നോ ബ്ലൂ കോളനി. സോ ഇറ്റ് വിൽ ഫോം white colonies when cultured. So white coloniesലായിരിക്കും നമ്മുടെ recombinant DNA ഉള്ള സെൽസ് ഉണ്ടാവുക. Isn't it? So white color colonies will be selected ആണ് correct answer. Simple അല്ലേ? Yes. 2025 നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Polymerase chain reaction amplifies DNA following the equation. പോളിമറൈസ് ചെയിൻ റിയാക്ഷനിൽ നമുക്കറിയാം നമ്മൾ DNA ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ദാറ്റ് ഈസ് ഇതിൽ നമുക്ക് എത്ര DNA, എത്ര കോപ്പി ഓഫ് DNA കിട്ടുകയാണെന്നാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫ്രം 1 DNA നമുക്ക് 2 കോപ്പീസ് ആണ് കിട്ടുന്നത്. Isn't it? സോ നമ്മൾ ഇതിനെ യൂസ് ചെയ്യുക 2n+1 അല്ല, 2n⁻²2 അല്ല, n⁻²2 അല്ല, 2n ആണ്. Where n will stand for what? n will stand for the number of cycles. അല്ലേ? എത്ര സൈക്കിൾ നമ്മൾ പെർഫോം ചെയ്തു അതാണ് നമുക്ക് നമ്പർ ഓഫ് കോപ്പീസ്, എത്ര കോപ്പി ജനറേറ്റ് ചെയ്തു എന്നുള്ളത് തരിക. സോ 2n ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ദാറ്റ് ഈസ് ബിക്കോസ് ഹിയർ n സ്റ്റാൻഡ്സ് ഫോർ ഓരോ സൈക്കിളും DNA എമൗണ്ടിനെ ഡബിൾ ചെയ്യും. എവറി സൈക്കിൾ ഡബിൾസ് ദി എമൗണ്ട് ഓഫ് DNA. അപ്പൊ 2 സൈക്കിൾ ആണെങ്കിൽ 2⁻²2, 4 സൈക്കിൾ ആണെങ്കിൽ 2⁻4. അങ്ങനെ number of cycles, n stands for number of cycles, that will give us a total amount of DNA that is amplified. Isn't it? So option D ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരെ 2n. ഓക്കെ, ഇങ്ങനത്തെ സിമിലർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ വർഷം എക്സ്പെക്ട് ചെയ്യാമേ. Now next question. Identify the part of a bioreactor which is used as a foam breaker from the given figure. ഫോം ബ്രേക്കർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെടാ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇതല്ലേ ഫോം ബ്രേക്കർ, സി അല്ലേ ഫോം ബ്രേക്കർ. യെസ്, അതായത് ഇത് നമുക്കറിയാം ഔട്ട്ലെറ്റ് ഉണ്ട് ആൻഡ് അജിറ്റേറ്റർ ഉണ്ട്, ഇൻലെറ്റ് ഉണ്ട് ആൻഡ് ഫോം ബ്രേക്കർ അല്ലെങ്കിൽ ഫോം കൺട്രോൾ എന്ന് പറയുന്നത് സി ആണ് വരിക. സോ ഓപ്ഷൻ ബി ആണ്. ഫോം അക്യുമുലേറ്റ് ചെയ്യുന്നത് അവിടെയാണ്, അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഡയറക്റ്റ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ബ്ലൂ ആൻഡ് വൈറ്റ് അല്ല, വിച്ച് ഓഫ് ദ ഫോളോയിങ്, എവിടെ പോയി നമ്മളെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻസൈംസ് ആർ നോട്ട് എസെൻഷ്യൽ ഫോർ ജീൻ ക്ലോണിങ്. ഇതിൽ ജീൻ ക്ലോണിങ്ങിന് എസെൻഷ്യൽ അല്ലാത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എൻസൈംസ് ആർ നോട്ട് എസെൻഷ്യൽ ഫോർ ജീൻ ക്ലോണിങ്. റെസ്ട്രിക്ഷൻ എൻസൈംസ്, DNA ligase, DNA mutase, DNA recombinase, DNA polymerase. ഇതിൽ എസെൻഷ്യൽ അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ലൈഗേസിനെ വേണ്ട, മ്യൂട്ടേസിനെയും വേണ്ട, അതേപോലെ തന്നെ റീകോംബിനേസിനെയും വേണ്ട. സി ആൻഡ് ഡി ഓൺലി. ഓപ്ഷൻ സി ആണ് വരിക അല്ലേ, സി ആൻഡ് ഡി ഓൺലി. പക്ഷെ ഇവരെയൊക്കെ വേണം, റെസ്ട്രിക്ഷൻ എൻസൈമിനെ വേണം, ലൈഗേസിനെ വേണം, പോളിമറേസിനെ വേണം, PCR-നെ വേണം. നൗ 2 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. 2 സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൻ. The DNA fragments extracted from gel electrophoresis can be used in construction of recombinant DNA. Correct ആണ്. Smaller size the DNA fragments are observed near anode, while larger fragments are found near the wells in the agarose gel. Smaller will be moved towards the anode. കാരണം നെഗറ്റീവ് ചാർജ് ആണ്, അവർ പെട്ടെന്ന് മൂവ് ചെയ്ത് ആനോഡിന്റെ പോസിറ്റീവ് എൻഡിലേക്ക് പോകും. പക്ഷേ ലാർജർ ഫ്രാഗ്മെന്റ്സ് ആ വെൽസിന്റെ അവിടെ തന്നെയായിരിക്കും ഇരിക്കുന്നത്. 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ലേ? ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. Isn't it? Both the statements are correct. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മിസ് 2025 വിട്ടുപോയിട്ടുണ്ട് ആഡ് ചെയ്യാനായിട്ട്. അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതായത് ബ്ലൂ ആൻഡ് വൈറ്റ് സെലക്ടബിൾ മാർക്കേഴ്സ് ഹാവ് ബീൻ ഡെവലപ്ഡ് വിച്ച് ഡിഫറൻഷിയേറ്റ് റീകോമിനന്റ് കോളനീസ് ഫ്രം നോൺ റീകോമിനന്റ് കോളനീസ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ എബിലിറ്റി ടു പ്രൊഡ്യൂസ് കളർ ഇൻ ദ പ്രസൻസ് ഓഫ് എ ക്രോമോജനിക് സബ്സ്ട്രേറ്റ്. ആ ക്വസ്റ്റ്യനും കൂടി ചെയ്യണോ? യെസ്, അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോടാ? ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടോ? ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, 2025 വന്ന ക്വസ്റ്റ്യൻ. അതും കൂടി ചെയ്യാല്ലേ? ഇനി അതിന്റെ ഒരു വിഷമം വേണ്ട. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമാവോ? ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. അതും കൂടി ചെയ്താലോ?
Only one question. ചെയ്യാം. ഓക്കെ, ആ ക്വസ്റ്റ്യനും കൂടി ചെയ്യാം നമുക്ക്. ഈ ക്വസ്റ്റ്യൻ ഇതൊന്ന് ചെയ്തേ. ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുന്നുണ്ടോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ വലിപ്പം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സംഭവമാണെന്ന്. ഇറ്റ്സ് ആക്ച്വലി എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതും കൂടെ അങ്ങ് ചെയ്യൂ. ഇതും കൂടെ അങ്ങ് ചെയ്താൽ നമുക്ക് സമാധാനമായിട്ട് പോകാലോ. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും കവർ ചെയ്തു എന്നുള്ളൊരിതാവോ. യെസ്, the blue and white selectable markers have been developed which differentiate recombinant colonies from non-recombinant colonies on the basis of their ability to produce color in the presence of chromogenic substrate. That is beta-galactosidase-ന്റെ കാര്യമാണ് പറയുന്നത്. Statement 1. Blue colored colonies have DNA insert in the plasmid and they are identified as recombinant colonies. Blue colored colonies recombinant allalo, non recombinant alle. കാരണം ഇൻസേർഷൻ ഇനാക്ടിവേഷനിൽ ബ്ലൂ കളർ കോളനീസ് അവർ ഫോം ചെയ്യില്ല. ബീറ്റാ ഗാലക്ടോസിസ് ജീൻ ഇനാക്ടിവേറ്റ് ആയി പോകും അല്ലെ. അപ്പോൾ വൈറ്റ് കോളനീസ് ആണ് റീകോമിനന്റ് DNA ഉള്ളത്. ദ കോളനീസ് വിത്തൗട്ട് blue color have DNA insert in the plasmid and are identified as recombinant colonies. അത് ശരിയല്ലേ? യെസ്, അതായത് വൈറ്റ് കോളനീസിലാണ് എന്തുള്ളത്, ഇൻസേർഷൻ ഇനാക്ടിവേഷനിലൂടെ നമ്മൾ DNA ഇൻസേർട്ട് ചെയ്തപ്പോൾ ബീറ്റാ ഗാലക്ടോസിസ് ജീൻ ഇനാക്ടിവേറ്റ് ആയി പോയത് അല്ലെ. യെസ്, അപ്പൊ അതിനെ നമ്മൾ റീകോമിനന്റ് കോളനീസ് എന്ന് പറയുന്നത്. സോ സ്റ്റേറ്റ്മെന്റ് 1 ഈസ് റോങ്, ഇൻകറക്റ്റ്, and statement 2 is correct അല്ലെ. statement 1 is incorrect and statement 2 is correct. ഓപ്ഷൻ ബി ആണ് ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിരിക്കുന്നു ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. നമുക്ക് നീറ്റ് 2025 നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൗ മെനി ക്വസ്റ്റ്യൻസ് വി ഹാഡ് ഫ്രം ദിസ് ചാപ്റ്റർ? വി ഹാഡ് അറൌണ്ട് 6 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, മൊഡ്യൂൾ ടെസ്റ്റിലെ ആ ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യോ? ഏതായിരുന്നു ക്വസ്റ്റ്യൻ? ആൽഫ നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്താൽ മതിയോ? ബിക്കോസ് ഐ ഡോണ്ട് നോ മൊഡ്യൂൾ ഏത് മൊഡ്യൂൾ എക്സാമാ? വിച്ച് മൊഡ്യൂൾ വാസ് ഇറ്റ്? മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4? വിച്ച് മൊഡ്യൂൾ ഡാ പൊന്നു? വിച്ച് മൊഡ്യൂൾ ആൽഫ? ആ മൊഡ്യൂൾ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് കയ്യിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ മേ ബി ലേറ്റർ ഓൺ. അപ്പൊ ഈ ഒരു സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കണു. ഓക്കെ, ആൻഡ് നല്ലപോലെ റിവൈസ് ചെയ്യുക. നമ്മുടെ PYQ സീരീസിലൊക്കെ എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, അടിപൊളിയായിട്ട് പഠിക്കുക ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. അപ്പം ആപ്പിലൊക്കെ മക്കൾ എല്ലാവരും ഇരുന്ന് കണ്ടു എന്ന് വിചാരിക്കുന്നു, ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്തു എന്ന് വിചാരിക്കുന്നു, സെഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. 2n അപ്ലൈ ചെയ്താൽ പോരെ? If 30 cycles produce 1 billion copies, 29 cycles will produce how many copies? 2n. അപ്പം n stands for the number of copies. അത് അപ്ലൈ ചെയ്താൽ പോരെ? സോറി, number of cycles അപ്ലൈ ചെയ്താൽ പോരെ? Yeah. Alpha, apply 2n. You'll get, because n stands for the number of cycles. അപ്പം ആൻസർ കിട്ടും. അതിന്റെ ഓപ്ഷൻസ് നോക്ക്. Yeah, correct. യെസ്, പക്ഷെ അത് ഈസി ആയിട്ട് കിട്ടൂലോ. അങ്ങനത്തെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യണം എന്നുള്ളത് PCR ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യൻ ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ആൻഡ് സെഷൻ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും അടിപൊളിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് റിവൈസ് ചെയ്യുക. ആൽഫ ഡെഫിനറ്റ്ലി ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ എവ്രി വൺ, ടേക്ക് കെയർ ഓൾ ഓഫ് യു. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ സെഷൻ എൻഡ് ചെയ്യാണ്. ബൈ.